ഓം ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ നമ. ഓം വ്യാം വേദവ്യാസായ നമ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വഹ. ഓം നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേയേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ. ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗം ഗുരുഭ്യോ നമ. ഓം നമ ശിവായ നമ. ഓം നമ ശിവായ ശിവായൈ നമ. ഓം നമ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം ബാലരവിദ്യുതിബിന്ദുകിരീടാം തുംഗകുജം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശിയോമി. അരുണകിരണജാലേ രഞ്ജിത സാവകാശ വിധൃത ജപപടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീല ജാലാകരാളമത്യുഗ്രം നശേഷാസുരസൂതനം ത്രിശൂലം പാതുനോ ഭീതേ ഭദ്രകാളി നമോസ്തുതേ. ഓം നമശ്ചണ്ഡികായൈ നമോ. ഓം നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരി ഓം. ഭാഗവതത്തിൽ ഉടനീളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന വ്യത്യസ്ത അവതാരങ്ങളിൽ എന്തുകൊണ്ട് ശ്രേഷ്ഠമായിരിക്കുന്ന വരം ആയിട്ടുള്ള വരാഹ അവതാരമാണ് നമ്മൾ കേട്ടതും അതിനെപ്പറ്റിയാണ് ഒരു ഉപരി ചിന്തനം നമ്മൾ നടത്തിയതും. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ സ്മരിക്കേണ്ടത് പലപ്പോഴും സ്മരിക്കാൻ വിട്ടുപോകുന്നുണ്ട്. അത് സംയോഗമാണ്, യോഗമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ ചിന്തിക്കാനും വിട്ടുപോയത് ഭൂമിദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ പത്നിമാരിൽ ഒരുത്തിയാണ്. ശ്രീദേവി, ഭൂദേവി. അത്തരത്തിൽ ഭൂദേവി എന്ന് പറയുന്ന ഭഗവാന്റെ പത്നിയെയാണ് കാണാതെ പോയത്. ആലോചിച്ചു നോക്കൂ. അവിടെ തീവ്രമായിരിക്കുന്ന ഒരു വിയോഗത്തിൻ്റെ ഭാവം ഭഗവാന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഭഗവാൻ വാസ്തവത്തിൽ വരാഹമായിട്ട് തള്ളവരലിൻ്റെ വിലപ്പത്തിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി എന്ന് പറയുമ്പോൾ അവിടെ ഈ വരാഹമായിട്ട് മാറിയത് ഭഗവാൻ തന്നെയാണ് എന്ന് കൂടി ചിന്തിക്കണം. ഭഗവാൻ ഈ വേഷം കെട്ടി പുറത്തേക്ക് ചാടിയെന്ന് പറയുമ്പോൾ ബ്രഹ്മദേവൻ അതായിട്ട് തീർന്നു എന്ന് കൂടി ചിന്തിച്ചാൽ തെറ്റില്ല. ഇവിടെ ബ്രഹ്മദേവൻ വേറെ, വിഷ്ണു വേറെ, വരാഹം വേറെ, ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഭാഗവതം ഗ്രഹിക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെ വരാഹാവതാരം വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താതെ ഏതൊരു സാധകനായിട്ടുള്ള ബ്രഹ്മാവാണോ ഭഗവാനെ ഉള്ളിൽ വെച്ച് താലോലിച്ചുകൊണ്ട് സാധനയിൽ ഏർപ്പെട്ടത്, അദ്ദേഹം പരിണമിച്ചു വരാഹമൂർത്തിയായിട്ട് മാറിയെന്ന്. ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസമെല്ലാം തന്നെ വിട്ടു നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് ഇവിടെ ബ്രഹ്മാവ്. കാരണം ചതുശ്ലോകി കഴിഞ്ഞു. ചതുശ്ലോകി എന്ന് പറയുന്ന ദ്വിതീയ സ്കന്ധത്തിൽ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള വേദഗർഭനായിരിക്കുന്ന ബ്രഹ്മാവ് വിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ വേറിട്ട് നിൽക്കുന്നു എന്നുള്ള ചിന്ത വച്ചു പുലർത്താത്ത ഒരു മഹത് വ്യക്തിത്വമാണ് എന്ന് തന്നെ ധരിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ വരാഹമായിട്ട് മാറിയത് ബ്രഹ്മാവ് തന്നെയാണ് എന്ന് ഉറപ്പിച്ചേ പറ്റൂ. അങ്ങനെ ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാം. അക്കൂട്ടത്തിലാണ് മറ്റൊരു സംയോഗത്തെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചത്. ബ്രഹ്മദേവൻ വാസ്തവത്തിൽ വരാഹമായിട്ട് മാറി എന്നുള്ളതും അവിടെ ഇരിക്കട്ടെ. ഏതായാലും വരാഹമൂർത്തിയായിട്ട് നാരായണൻ പരിണമിച്ചു അല്ലെങ്കിൽ അവതരിച്ചു എന്ന് പറയുന്നത് ചിന്തിക്കാം. ഏതായാലും ഇത്തരത്തിൽ വരാഹം പന്നിയുടെ വേഷം കെട്ടി തേറ്റയെല്ലാം തന്നെ ഉണ്ടാക്കി ആ തേറ്റ എന്ന് പറയുന്ന മേൽചുണ്ടും കീഴ്ചുണ്ടും അല്ലെങ്കിൽ മൂക്കും മേൽചുണ്ടുമെല്ലാം തന്നെ ഉരുകിച്ചേർന്ന് അത്തരത്തിലുള്ളൊരു അവയവം അത് വച്ചുകൊണ്ട് ഏറ്റവും അധോഗതിയിലേക്ക് പോയ ഭൂമിയെ, ഉരുണ്ട ഗോളത്തെ തേറ്റമേൽ കയറ്റിക്കൊണ്ട് പോന്ന് ഈ ഓർബിറ്റിൽ ആ ഭ്രമണ വീതിയിൽ വച്ചു എന്നാണല്ലോ പറഞ്ഞു തീർത്തത്. അവിടെ ഒരു സംയോഗമില്ലേ? ചിന്തിക്കുക. ഭാഗവത പ്രേമികളാണെങ്കിൽ ചിന്തിച്ചേ മതിയാവും.
അപ്പോൾ ഭാഗവതത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടാൻ ആഗ്രഹമുണ്ട് എങ്കിൽ, അത്തരത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മൾ കൊതിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കണം, അവിടുത്തെ സംയോഗം വരാഹമൂർത്തിയായിട്ടുള്ള നാരായണനും നാരായണ പത്നിയായിരിക്കുന്ന ഭൂമിദേവിയും തമ്മിലാണ്. നഷ്ടപ്പെട്ടുപോയ കോളം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ വേദി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഉപരിതലം, സൃഷ്ടജാലങ്ങളെ നിക്ഷേപിക്കാനുള്ള തലം, അതില്ലാതെ പോയതിലുള്ള ദുഃഖം കൊണ്ട് ഇങ്ങനൊരു വേഷം കെട്ടിയെന്ന് മാത്രം പോരാ, തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭൂമി എന്ന് കൂടി ചിന്തിച്ച് തൻ്റെ തന്നെ വാമഭാഗം അല്ലെങ്കിൽ ഭാര്യമാരിൽ ഒരുത്തി എന്നുള്ള രീതിയിൽ ഈ വരാഹത്തെ അഥവാ ആ ഭൂദേവി എന്ന് പറയുന്ന തൻ്റെ പത്നിയെ വീണ്ടെടുക്കുന്ന രംഗത്ത് ഒരു സംയോഗമുണ്ട്. വിട്ടുകേൽക്കാൻ പാടില്ല. അപ്പോൾ യാതൊരു കാരണവശാലും വിട്ടുകേൽക്കാൻ പാടില്ല, വിയോഗമരുതേ എന്ന് ഒരു സന്ദേശവും കൂടിയൂടെയുണ്ട്. ആ സമയത്ത് ഒരു കുട്ടി ജനിക്കുന്നുണ്ട് പിന്നാലെ ദശമസ്കന്ധത്തിൽ നമ്മൾ കാണുന്ന നരകാസുരൻ. അപ്പോൾ നരകാസുരൻ ജനിക്കുന്നത് ഈ സംയോഗത്തിലാണ്. ഭൂമിദേവി എന്ന് പറയുന്നത് എൻ്റെ പത്നിയുമായിട്ട് അല്ലെങ്കിൽ മലിനമായിരിക്കുന്നതിൻ്റെ പത്നിയുമായിട്ട് സംയോഗം അഥവാ വേഴ്ച അതിലേർപ്പെട്ടപ്പോൾ ഉണ്ടായത് അസുരനായിപ്പോയി എന്നുള്ള സംഗതി നമുക്ക് അപ്പോൾ ഒന്നുകൂടി ചിന്തിക്കാം. ഏതായാലും സംയോഗം അനിവാര്യമാണ്, അല്ലെങ്കിൽ വിയോഗമരുത്. ആ വിയോഗത്തിൽ നിന്ന് നമ്മൾ യോഗത്തിലേക്ക് എത്തണമെന്ന് കൂടി ഈ ഭൂമിയെ ഉദ്ധരിക്കുന്നതിൽ നമുക്ക് കാണാം. യോഗമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാ തരത്തിലും യോഗാവസ്ഥ ഭാഗവതത്തിൽ, അത് ജ്ഞാനയോഗമാകട്ടെ, കർമ്മയോഗമാകട്ടെ, ഭക്തിയോഗമാകട്ടെ, അല്ലെങ്കിൽ രാജയോഗമാകട്ടെ, ഏത് യോഗമാകട്ടെ, യോഗം എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കലാണ് ഭാഗവത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. ഈ വരാഹാവതാരം, ഈ പ്രഥമ അവതാരം അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്നൊരവതാരം ഈ തൃതീയ സ്കന്ധത്തിൽ കൊണ്ടുവന്ന് ജീവൻ്റെ ഗതിക്ക് വേണ്ടിയിട്ടാണ്. ജീവൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ ജീവനെ ഉദ്ധരിക്കുന്നതിനും ജീവനെ ഒരു ആസ്ഥാനം സൃഷ്ടിച്ചുകൊണ്ട് ആ ജീവനെ സാധനയ്ക്ക് പ്രേരിപ്പിക്കുന്നതിനും സാധനാസമ്പന്നമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആ ജീവൻ തൻ്റെ ഉദ്ദിഷ്ടകാര്യം അല്ലെങ്കിൽ ഈ പറയുന്ന മോക്ഷമെന്ന് പറയുന്ന പദവി അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. തുടർന്നു വരുന്ന ഈ കാപിലേയം അല്ലെങ്കിൽ തുടർന്നു വരുന്ന കപിലൻ്റെ ഗതി അല്ലെങ്കിൽ കപിലൻ്റേതായിട്ടുള്ള ഗീത അല്ലെങ്കിൽ കപിലൻ്റേതായിട്ടുള്ള അവതാരം ഇതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഇക്കാര്യം വളരെ വ്യക്തമാകും. ഒന്നുകൂടി ഉറപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, യച്ഛരണ്ണൻ പ്രപടൻ വിചാരണ പരോഭക്യ വിമുച്യം നര എന്ന് ഈ ഭാഗവത മാഹാത്മ്യത്തിലും ഭാഗവത്തിലും പറയുന്ന സംഗതി ആ മോചനം എന്ന് പറയുന്ന യോഗാവസ്ഥയാണ്. മുക്തി എന്ന് പറയുന്നത് യോഗാവസ്ഥയാണ്. അപ്പോൾ മോക്ഷം എന്ന് പറയുന്ന യോഗാവസ്ഥയാണ്. താനും ഈശ്വരനും രണ്ടല്ല എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കുന്ന ഒരു പ്രത്യേക നിലപാടാണ്, മാനസിക അവസ്ഥയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ ഇങ്ങനെ യോജിക്കുന്നൊരവസ്ഥയിലൂടെ ഉണ്ടാകുന്നത് എന്താ? ജീവഹംസമായിരിക്കുന്ന ഓരോ ജീവനും ഇൻഡിവിജ്വൽ സോൾ എന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വ്യക്തിഗത ജീവൻ എന്ന് പറയുന്ന ആ സ്ഥിതിവിശേഷം മാറിയിട്ട് സമഷ്ടി എന്ന് പറയുന്ന പരമാത്മാവുമായിട്ട് യോജിക്കുന്നത് തന്നെയാണ് യോഗം. അപ്പോൾ ഇവിടെയും പരമഹംസന്മാരാൽ പാടപ്പെട്ട യസ്മിൻ പാരമഹംസ്യമേകമലം ജ്ഞാനം പരം ഗീയത എന്ന് പറയുന്നതിൽ നിന്ന് ഇവിടെ പരമഹംസന്മാർ പാടിയ ജ്ഞാനമാണ് പ്രതിപാദിക്കപ്പെടുന്നത് എന്ന്. അതെന്തിനു വേണ്ടിയിട്ട് എന്ന് കൂടി ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ വെറും ഹംസമായിട്ടിരുന്നിട്ട് കാര്യമില്ല, പരമഹംസമായിട്ട് മാറണം. ചതുർത്ഥ സ്കന്ധത്തിലെ പുരഞ്ജനോപാഖ്യാനം വരുമ്പോൾ ഇതൊന്നുകൂടി വ്യക്തമാവും. നമ്മളെല്ലാവരും ജീവന്മാരെ ജീവഹംസന്മാരാണ്. ജീവോ ബ്രഹ്മൈവനാപര എന്ന് ആചാര്യസ്വാമികൾ. അപ്പോൾ എല്ലാ തരത്തിലും ബ്രഹ്മം തന്നെയായിരിക്കുന്ന ജീവൻ, ആ ഹംസം തന്നെയായിരിക്കുന്ന ജീവൻ, ജീവഹംസം, അത് പരമഹംസമായിട്ട് പരിണമിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ സാക്ഷാത്കാര പദവികളിലൂടെ കടന്ന് ആ ആത്മ അല്ലെങ്കിൽ ക്ലൈമാക്സ് അവിടെ എത്തി നിൽക്കുന്ന പരമഹംസന്മാരാൽ പാടപ്പെട്ട ജ്ഞാനം അത് പ്രതിപാദിക്കുന്നതാണ് ഭാഗവതം എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തൊരു പരമഹംസരെ അവതരിപ്പിക്കുകയാണ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ ഒടുവിലേക്ക് വരുമ്പോൾ. ആ പരമഹംസൻ മറ്റാരുമല്ല, കപിലൻ എന്ന് പറയുന്ന വാസുദേവൻ തന്നെയാണ്, കപില വാസുദേവൻ. ഇവിടെയെല്ലാം തന്നെ നമ്മൾ കൂടുതൽ അപഗാഢമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മുടെ ജന്മം മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ ഈശ്വരനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് കൂടി കൂട്ടിച്ചേർക്കണം. മോക്ഷത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നത് സാധാരണ ഭാഷയാണ്. ധർമ്മത്തിൽ ജനിച്ചു അർത്ഥകാമങ്ങളിലൂടെ മോക്ഷത്തെ പ്രാപിക്കണം, പുരുഷാർത്ഥം എന്ന് പറയുന്ന മോക്ഷമാണ് ലക്ഷ്യം എന്നെല്ലാം തന്നെ പറയുമ്പോൾ ഇത് കൂട്ടി ചേർത്തില്ല എങ്കിൽ നമ്മൾ ഈശ്വരനും നമ്മളും വേറെ വേറെ എന്നുള്ള മട്ടിലേക്കായി പോകും. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലൂടെ ജീവൻ സാധിക്കേണ്ടതാണ്. ആ ജീവൻ്റെ ഗതി എന്ന് പറയുന്ന ഈ കഥാഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ജയവിജയന്മാരുടെ അധപതനം, അവർ ഹിരണ്യാക്ഷന് ഹിരണ്യശുവാകുന്നത് ഇതെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് കടന്നു വന്നപ്പോൾ ഇതാ വരുന്നു ഒരു ജീവൻ്റെ കഥ. ആ ജീവൻ്റെ കഥയായിട്ടെല്ലാം എടുക്കണം. പരീക്ഷിത്ത് ജീവനാണ്, അയാളുടെ കഥയാണ്. പരീക്ഷത്തിനോട് പറയുന്ന സൂതൻ എന്ന് പറയുന്ന മറ്റൊരു ജീവനാണ്.
അപ്പോൾ ഓരോ ജീവന്മാരും ഇൻഡിവിജ്വൽസായിട്ട് ഇവിടെ കാണുന്ന വ്യക്തിഗത ജീവന്മാർ അവർ സാക്ഷാത്കാര പദവിയിൽ താൻ ഈശ്വരനാണെന്നുള്ള ബോധത്തോടുകൂടി വരിക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അടുത്ത ഈ കാപിലേയം അല്ലെങ്കിൽ കപിലൻ്റെ ഗീതയും കപിലൻ്റെ അവതാരവും പറയുകയാണ് തൃതീയ സ്കന്ധം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം സ്വയംഭൂമനു എന്ന് പറയുന്ന ആദ്യം ജനിച്ച മനുവിൻ്റെ ഭാര്യയായിരിക്കുന്ന ശതരൂപ എന്ന് പറയുന്ന പ്രകൃതി. ശതരൂപ പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ 100 രൂപങ്ങൾ, അനേകം രൂപങ്ങൾ, അങ്ങനെ വ്യത്യസ്ത രൂപങ്ങൾ, വൈരുദ്ധ്യമാർന്ന രീതികൾ അല്ലെങ്കിൽ വൈവിധ്യമാർന്നിട്ടുള്ള സമ്പ്രദായങ്ങൾ, വ്യത്യസ്ത പ്രതിഭാസങ്ങളും പ്രക്രിയകളും. അപ്പോൾ ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന പ്രകൃതിയാണ് ഭാര്യ. ആരുടെ? സ്വയംഭുവ മനുവിൻ്റെ. അപ്പോൾ സ്വയംഭുവ മനു എന്ന് പറയുന്ന മനുഷ്യൻ്റെ പൂർവികന് പ്രകൃതിയെ ഇണയായിട്ട് കിട്ടി. ആ പ്രകൃതിയിൽ ജനിപ്പിക്കുന്നു സന്തതികളെ. അങ്ങനെയാണല്ലോ 5 പേരുടെ കഥയെല്ലാം തന്നെ നമ്മൾ കേട്ടത്. അക്കൂട്ടത്തിൽ സ്വയംഭുവനുവിൻ്റെ ഉത്താനപാതൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കഥയും പ്രിയവ്രതൻ്റെ കഥയും എല്ലാം തന്നെ വരാനിരിക്കുന്നു. അക്കൂട്ടത്തിലാണ് 3 പെൺകുട്ടികളുടെ കഥ അവിടെ സൂചിപ്പിക്കുന്നു. ദേവഹൂതിയുടെ കഥയിലേക്ക് ആദ്യം കടക്കുകയാണ്. അപ്പോൾ ഈ 5 സന്തതികളിൽ 3 പെൺകുട്ടികൾ ദേവഹൂതി എന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ കഥയിലൂടെ കടക്കുമ്പോഴും അവിടെയും ജീവൻ്റെ ഗതിയാണ്. അപ്പോൾ ഏതൊരു ഭാഗത്തുകൂടി നിങ്ങൾ ഭാഗവതത്തിൽ സഞ്ചരിച്ചാലും അവിടെയെല്ലാം തന്നെ ജീവൻ്റെ ഉയർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ധാരണം, അതിൻ്റെ ഗതി, അതിൻ്റെ ഊർധ്വഗതി, അതല്ലാതെ മറ്റ് യാതൊന്നും ചിന്തിക്കരുത് എന്നുള്ള അപേക്ഷയോട് ഒരു കഥയിലേക്ക് കടക്കാം. ദേവഹൂതി എന്ന് പറയുന്നത് ദേവന് വേണ്ടി സകലതും ആഹൂതി ചെയ്യുന്നവൾ, ഈശ്വരന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവൻ്റെ ഉടമ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ഈശ്വരാർപ്പിതമായവൾ. തൻ്റെ ചിന്തയിലും അതുപോലുള്ള കാര്യങ്ങളിലും ഈശ്വരനല്ലാതെ മറ്റ് യാതൊന്നുമില്ല. അപ്പോൾ യാതൊന്ന് കണ്ടത് നാരായണ പ്രതിമ, യാതൊന്ന് ചെയ്തത് നാരായണ അർച്ചനകൾ എന്നെല്ലാം തന്നെ ഹരിനാമകീർത്തനത്തിൽ പറയുന്ന പോലെ സർവത്ര സദാ ചെയ്യുന്നതും കേൾക്കുന്നതും കാണുന്നതും എല്ലാം തന്നെ ഈശ്വരൻ എന്നുള്ള ബോധത്തിൽ അങ്ങനെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ആഹൂതി ചെയ്യുകയാണ് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി യജ്ഞം നിർവഹിക്കുന്നവൾ. ശരീരം എന്തെന്ന്? ശരീരം വാസ്തവത്തിൽ യാഗഭൂമിയാണ്. ശരീരമെന്ന് പറയുന്നത് യോഗഭൂമിയാണ്. അപ്പോൾ യോഗഭൂമിയായിട്ടും യാഗഭൂമിയായിട്ടും ഇരിക്കുന്ന ഈ ശരീരത്തെ നല്ലൊരു യജ്ഞത്തിന് അതിനെ ഇടവരുത്തിക്കൊണ്ട് അതിനെ വിധേയമാക്കിക്കൊണ്ട് ഈ പറയുന്ന ദേവഹൂതി എന്ന് പറയുന്ന സാധുസ്ത്രീ സദാസമയവും ഈശ്വരാർപ്പണ മനോഭാവത്തോടുകൂടി യജിച്ചു എന്നല്ലാതെ മറ്റേ അതൊന്നും ചിന്തിക്കരുത്. അപ്പോൾ സ്വയംഭൂമനു സ്വയം ജനിച്ച ആദ്യത്തെ മനുഷ്യവർഗത്തിൻ്റെ മുൻഗാമി, അദ്ദേഹത്തിൻ്റെ മകളായിരിക്കുന്ന ദേവഹൂതി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൾ യൗവനാവസ്ഥയെ പ്രാപിച്ചു വിവാഹപ്രായമായപ്പോൾ സ്വയംഭൂമനു കർദമ പ്രജാപതിയുമായിട്ട് സംവാദത്തിനൊരുങ്ങുകയാണ്. കർദമ പ്രജാപതി പ്രജാപതിമാരിൽ ഒരാൾ. പ്രജാപതിമാരാണല്ലോ നമ്മുടെ പ്രജകളെ അല്ലെങ്കിൽ സൃഷ്ടജാലങ്ങളെ എല്ലാം തന്നെ ജനിപ്പിച്ച് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇങ്ങനെയെല്ലാം തന്നെ ഇത് വർദ്ധിപ്പിച്ചത്, സംസാരം വർദ്ധിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ കർദമ പ്രജാപതി എന്ന് പറയുന്ന പ്രജാപതി, പ്രജകളുടെ എല്ലാം തന്നെ പതി, അദ്ദേഹം വയോവൃദ്ധനാണ്, ജ്ഞാനവൃദ്ധനുമാണ്, തപോവൃദ്ധനുമാണ്. അങ്ങനെ എല്ലാ തരത്തിലും വൃദ്ധനായിട്ടുള്ള അദ്ദേഹത്തെ സ്വയംഭുവനു ചെന്ന് കാണുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടിയുടെ അച്ഛൻ തൻ്റെ കുട്ടിയെയും കൊണ്ട് കുട്ടിയുടെ വേളി നടത്താനായിട്ട് വളരെ വയസ്സായിട്ടുള്ളൊരു വ്യക്തിയുമായിട്ട് ബന്ധത്തിലേർപ്പെടാൻ വേണ്ടി പോകുന്നു എന്ന്. ഇവിടെ വാസ്തവത്തിൽ ഇന്നത്തെ ചിന്താഗതിയല്ല, അന്നത്തെ ചിന്താഗതി. സ്വയംഭുവനുവിന് പ്രകൃതിയിൽ ജനിച്ച അതിസുന്ദരിയായിരിക്കുന്ന യൗവനയുക്തയായിരിക്കുന്ന ദേവഹൂതിക്ക് പറ്റിയ ആൾ കർദമൻ തന്നെയെന്ന് തിരഞ്ഞെടുക്കുന്നത്, നിശ്ചയിച്ച് ആ കാര്യം നിർവഹിക്കുന്നത് അച്ഛൻ സ്വയംഭുവനുമാണ്. എന്താ യോഗ്യത? അയാൾ വയോവൃദ്ധനാണ്, ജ്ഞാനവൃദ്ധനാണ്, എല്ലാം കൊണ്ടും വൃദ്ധനാണ്. അപ്പോൾ വൃദ്ധൻ എന്ന് പറയുന്ന വൃദ്ധിയെ പ്രാപിച്ചവൻ, അഭിവൃദ്ധി എന്ന് പറയുന്നത് ചന്ദ്രനെ പോലെ കറുത്തവാവ് കഴിഞ്ഞ് 16 കലകളെ കൊണ്ട് വർദ്ധിച്ച് വർദ്ധിച്ച് പൗർണമി ദിനത്തിൽ വളരെയേറെ സുന്ദരമായിട്ടിരിക്കുന്നൊരവസ്ഥയെ സൃഷ്ടിക്കുന്ന, സൗന്ദര്യത്തിൽ ഇതിനപ്പുറമൊന്നും കാണാനില്ല, അങ്ങനെ തേജോയുക്തമായിരിക്കുന്ന ആ ചന്ദ്രനെ തന്നെ, അത് 16 കലകളുള്ള ചന്ദ്രനെ തന്നെ വൃദ്ധൻ എന്ന് പറയുകയാണെങ്കിൽ അതാണ് അഭിവൃദ്ധി, അതാണ് വൃദ്ധി. ആ വൃദ്ധി സമ്പാദിച്ചവനാണ് കർദമൻ. കർദമ പ്രജാപതി വാർദ്ധക്യം കൊണ്ട് നരാചരകൾ ബാധിച്ച് മരണപ്രായനായിട്ടിരിക്കുന്നവനെന്ന് കരുതരുത്. അത് ഇക്കാര്യം തന്നെ വ്യക്തമാക്കിക്കൊണ്ട് പിന്നാലെ ച്യവനനെ നിങ്ങൾ കാണും. ച്യവനൻ നവമസ്കന്ധത്തിൽ. അപ്പോൾ അവിടെയെല്ലാം തന്നെ പ്രായം നമ്മൾ കണക്കാക്കുന്ന പോലെ പെണ്ണിനേക്കാൾ ഒരു 2 വയസ്സ് മൂത്തതാണ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരേ പ്രായം, അതൊന്നും അന്നത്തെ ചിന്താഗതിയല്ല. വിവാഹം കഴിച്ചു കൊടുക്കുന്നത് നല്ല ജ്ഞാനവൃദ്ധനായിട്ടുള്ളൊരു വ്യക്തിക്കായിരിക്കണം, അനുഭവസമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം മകളുടെ ഭർത്താവ്. അനുഭവങ്ങൾ കൊണ്ട് വളരെയേറെ നേട്ടങ്ങൾ കൈവരിച്ചവനായിരിക്കണം ഈ വരുന്ന ആ വരൻ എന്ന് കണ്ടുകൊണ്ടാണ് കർദമ പ്രജാപതിയുമായിട്ട് സംവദിക്കാൻ പോയത്. കർദമൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥവും
മറ്റൊന്നല്ല ദമം ശീലിച്ചവനാണ്. അപ്പോൾ ദമവും ശമവുമായാലും ശാരീരികമായിട്ടുള്ള അവസ്ഥകളെയെല്ലാം തന്നെ നിരോധിച്ചും നിയന്ത്രിച്ചും തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിയിട്ടും ജിതാസനനായി, ജിതശ്വാസനായി, ജിതേന്ദ്രിയനായി, ജിതസംഗനായി എന്നെല്ലാം തന്നെ പരീക്ഷത്തിനോട് ശുഖബ്രഹ്മം തുടക്കത്തിൽ പറയുന്ന രീതിയിലായവനെന്നേ അതിനർത്ഥമുള്ളൂ. ജിതാസനനാകുക, ജിതേന്ദ്രിയനാകുക, ജിതസംഗനാകുക, ജിതശ്വാസനാകുക, അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ ശരീര അവയവങ്ങളെ കൊണ്ടും പരിപൂർണത നേടിയ ഒരു വ്യക്തി, അതാണ് കർദമ പ്രജാപതി. ആ കർദമ പ്രജാപതിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് തൻ്റെ മകളുടെ വിവാഹം ഉറപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വയസ്സനെ കൊണ്ട് ഒരു ചെറുപ്പക്കാരി വിവാഹം കഴിപ്പിക്കുന്ന രംഗമെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ വിവാഹമെന്ന് പറയുന്ന വേളി നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ശാരീരിക ബന്ധം അല്ല. അവിടെ മാനസികമായിട്ടുള്ളൊരു ഐക്യം വേണം. അതിനേക്കാൾ ഉപരി അവിടെ സൃഷ്ടി നടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ കോലാഹലങ്ങൾ മുഴുവൻ നടക്കുന്നത്. വരാഹാവതാരമായാലും തുടർന്ന് ആ പ്രജ അതിനെയെല്ലാം തന്നെ വർദ്ധിപ്പിക്കാനുള്ള രീതികളെല്ലാം തന്നെ നടക്കുന്നത് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയും ഈ പറയുന്ന മകൾ എന്ന് പറയുന്ന ദേവഹൂതി, അവളിൽ ജനിക്കണം കുട്ടികൾ. ആ ജനിക്കുന്ന കുട്ടികളെല്ലാവരും യോഗ്യനായിട്ടുള്ളൊരു ഭർത്താവിൽ നിന്ന് ആയിരിക്കണം. ആ യോഗ്യത എന്താ? വയോവൃദ്ധൻ, ജ്ഞാനവൃദ്ധൻ, എല്ലാം കൊണ്ടും പക്വതയുള്ളവൻ, പാകതയുള്ളവൻ. അപ്പോൾ ഈ പ്രപഞ്ചത്തെയെല്ലാം തന്നെ അരിച്ച് കലക്കി മനസ്സിലാക്കിയിട്ടുള്ളവൻ, ശമം ദമം ഇത്യാദികൾ ശീലിച്ചുകൊണ്ട് വൈകാരികമായിട്ട് പ്രവർത്തിക്കാത്തവൻ. ഇന്ന് കാണുന്നില്ലേ, തലക്കടിച്ച് ഭർത്താവിനെ ഭാര്യ കൊല്ലുക, ഭാര്യയെ കൊല്ലുക, മക്കളെല്ലാവരും അച്ഛനമ്മമാരെ കൊല്ലുക. ഇതെല്ലാം തന്നെ വൈകാരികമായിട്ട് വികാരം ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ മൂർച്ഛിച്ചു നിന്നുകൊണ്ട് യാതൊരു ബോധവുമില്ലാതെ ഏതൊരു കാമമാണോ അല്ലെങ്കിൽ എത്തരത്തിലുള്ള തൃഷ്ണയാണോ ശാരീരികമായിട്ടുള്ള വാഞ്ഛകളാണോ നമ്മളെ അതിശയിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെയെല്ലാം നശിപ്പിക്കുന്നത്, അതിനപ്പുറത്തേക്ക് പോയി ഈ മനുഷ്യൻ്റെ ഗതി. അത്തരത്തിലുള്ളൊരവസ്ഥ പാടില്ല. കാരണം ഭർത്താവായിട്ട് വരുന്നവൻ ശമതമങ്ങൾ കൊണ്ട് എല്ലാ തരത്തിലും പാകതയും പക്വതയും വന്നവനായിരിക്കണം. ആ ഇണകളെ ചേർക്കുകയാണ്. അപ്പോൾ ഈ സ്വയംഭൂമനോ ആദ്യത്തെ ഈ പറയുന്ന സൃഷ്ടിയും അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ സൃഷ്ടി മനുഷ്യരുടെ പൂർവികൻ, അദ്ദേഹം തൻ്റെ മകൾക്ക് ഇണയെ കണ്ടുപിടിച്ച ഇത്തരത്തിലാണ്. എപ്രകാരമായിരിക്കണം ഭാര്യ, എപ്രകാരമായിരിക്കണം ഭർത്താവ് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചു. അവിടെ ശമതമങ്ങൾ ശീലിച്ചിട്ടുള്ള ഭർത്താവും ദേവന് വേണ്ടി സകലതും ആഹൂതി ചെയ്യുന്ന ഭാര്യയും. ഇവിടെ ദേവൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ, ആ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഭർത്താവ്, അതുകൂടി ഇവിടെ പാതിവൃത്യത്തിൽ എല്ലാം തന്നെ ഒളിഞ്ഞു കിടക്കുന്ന സംഗതിയാണ്. പതിയെ വരിക്കുന്ന പതിവ്രത അല്ലെങ്കിൽ ഭർത്താവിനെ സ്വീകരിക്കുന്ന ഈ സതീരത്നം ഭർത്താവിനെ ഈശ്വരനായിട്ട് കാണുക, അതാണ് ദേവൻ. ആ ദേവന് വേണ്ടി ആഹൂതി ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ത്യജിച്ചുകൊണ്ട് ഭർത്താവിന് സംതൃപ്തിയും ഭർത്താവിൻ്റെ പ്രീതിയും ഭർത്താവിൻ്റെ അനുഗ്രഹവും, അതായത് ഈശ്വരാനുഗ്രഹം, അതെല്ലാം തന്നെ നേടാനുള്ള ഒരു പ്രത്യേക ത്വരയുള്ളവൾ ഭാര്യ. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് വ്യക്തികളെ സംയോജിപ്പിക്കുന്ന അച്ഛൻ തന്നെയാണ്, കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് സ്വയംഭൂമനു. എന്നിട്ട് ആ വിവാഹം നടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വയോവൃദ്ധനായിട്ടുള്ളൊരു വ്യക്തി കുറേ അധിക നാൾ ദാമ്പത്യബന്ധമില്ലാതെ നടന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അവർ തമ്മിൽ ദാമ്പത്യബന്ധമില്ലാതെ, അതായത് ഒരു വയസ്സനും ഒരു കളവൻ, അയാളും വാസ്തവത്തിൽ യൗവനയുക്തയായിട്ടുള്ള സ്ത്രീയും തമ്മിൽ വൈകാരിക തലത്തിൽ ദാമ്പത്യ ജീവിതത്തെ കാണാൻ നിവൃത്തിയില്ലാത്ത ഒരന്തരീക്ഷത്തിലാണ് ഇവർ വിവാഹിതരാകുന്നത്. കൈകോർത്തു പിടിച്ചു, പാണിഗ്രഹണം കഴിഞ്ഞു, സപ്തപതിയും കഴിഞ്ഞു. അങ്ങനെ സപ്തപതി എന്ന് പറയുന്ന 7ാമത്തെ തട്ടിൽ എത്തിയിട്ട് ഇവർ രണ്ടുപേരും, ഒരാൾ പാകത വന്ന വ്യക്തിയും മറ്റൊരാൾ ഈശ്വരന് വേണ്ടിയെല്ലാം അർപ്പിക്കപ്പെട്ടവളും, ഇവർ രണ്ടുപേരും വാസ്തവത്തിൽ 7ാമത്തെ തട്ടിൽ നിന്നുകൊണ്ട് കുറേ കാലം ഇങ്ങനെ ചെലവഴിച്ചു. മധുവിധുവില്ല, ആദ്യ കാലഘട്ടത്തിലെ പ്രത്യേക ഗോഷ്ഠികളോ കോലാഹലങ്ങളോ ഇല്ല. ഇതെല്ലാം തന്നെ വിട്ടിട്ട് വീണ്ടും പാകത വരുത്തുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞാൽ 270ാമത്തെ ദിവസം കുട്ടി ഉണ്ടാകണമെന്നുള്ള നിർബന്ധം ഇന്നത്തെ ആൾക്കാർക്കാണ്. അത് വൈകിപ്പോയാൽ ഉടനെ തന്നെ സംശയമാണ്, അല്ലെങ്കിൽ ചിന്താഗതികൾ മാറുന്നു. അത് വിവാഹമോചനത്തെ വരെ ഇടവയ്ക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ മാറിയിട്ട് വളരെയേറെ വർഷക്കാലം ഇവർ രണ്ടുപേരും ഇണചേരാതെ തമ്മിൽ ദാമ്പത്യബന്ധം വച്ചു പുലർത്താതെ അവർ ഇങ്ങനെ കഴിഞ്ഞുകൂടിയതെന്തിന്? പാകത വരാൻ, കുറച്ചുകൂടി മനപ്പൊരുത്തമെല്ലാം തന്നെ സാധിച്ചെടുക്കാൻ. ഇത് വിവാഹത്തിന് ശേഷം നടക്കേണ്ടതാണ് മനപ്പൊരുത്തം. അങ്ങനെ വേളി കഴിഞ്ഞിട്ട് മനസ്സും തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നുപോകുമ്പോൾ അവർ രണ്ടുപേരും കൂടെ നിശ്ചയിച്ചു ഇനിയാകാം. അപ്പോൾ ഇനിയാകാമെന്ന് നിശ്ചയിച്ചുകൊണ്ടൊരു വിമാനം വരുത്തി അതിൽ കയറുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. ചിന്തിച്ചു നോക്ക് എത്രമാത്രം സിദ്ധി ഈ പറയുന്ന ഭർത്താവായിരിക്കുന്ന കർദമ പ്രജാപതിക്കുണ്ട്. വിമാനത്തെ വരുത്തുക, മാനമില്ലാത്ത, അളക്കാൻ പറ്റാത്ത അത്തരത്തിൽ ആകാശതുല്യമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് കടന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഭാര്യാഭർത്താക്കന്മാർ മാനം അല്ലെങ്കിൽ ഇത്തരത്തിൽ അളക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തെ നീക്കണം. എല്ലാം തന്നെ വിസ്മരിച്ചിട്ട് അതിർവരമ്പുകളില്ലാത്ത ഒരു പ്രത്യേക ലോകത്തവർ ജീവിക്കണമെന്നാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വാസ്തവത്തിൽ ഏതെങ്കിലും സുന്ദരമായിട്ടുള്ളൊരു ഈ പറയുന്ന
ഏതെങ്കിലും വലിയൊരു കെട്ടിടത്തിലേക്ക് ഊട്ടിയിലോ കൊയിലാണ്ടിയിലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അത്തരത്തിൽ ജീവിച്ചുകൊണ്ട് മധുവിധം ആഘോഷിക്കുമ്പോൾ അവർ അടച്ചിട്ടിരിക്കുന്ന 4 ഭിത്തികൾക്കുള്ളിലുള്ള ഒരു മുറിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. അതല്ല ഇവിടെ കാണുന്നത്. വളരെ വിസ്തൃതമായിരിക്കുന്നൊരു വിഹായസിലേക്ക്, വളരെയേറെ വിടർന്നു നിൽക്കുന്നൊരു ലോകത്തേക്ക് അവർ കടന്നു എന്ന് ചിന്തിച്ചു നോക്കൂ അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യം. അങ്ങനെ എല്ലാ തരത്തിലും ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഭാര്യയും അതുപോലെ പാകതമെന്ന ജീവനായിരിക്കുന്ന കർദമ പ്രജാപതിയും ഒരു വിമാനത്തിലിരുന്നു കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് എല്ലാം കണ്ടു. അതാണ് അവരുടെ ദാമ്പത്യ ജീവിതം. പ്രപഞ്ചത്തെ മനസ്സിലാക്കിയെന്നാണ് ഇതിൻ്റെ പൊരുൾ. ഭാഗവതം പഠിക്കുന്നത് ഈശ്വരനും പ്രപഞ്ചവും താനും തമ്മിലുള്ള ബന്ധം അറിയാനാണ്. ഇത് ആചാര്യന്മാരും അനുവാചകരും ശ്രദ്ധിക്കുന്നില്ല. താനും അതുപോലെ പ്രപഞ്ചവും ഈശ്വരനും ജീവനും ജഗത്തും എന്ന മറ്റൊരു പ്രയോഗം. അപ്പോൾ ജഗത്ത്, ജീവൻ, ഈശ്വരൻ എന്ന് പറയുന്ന 3നെയും അപഗ്രഥിച്ച് പഠിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി ശരീരമെടുത്തൊരു ജീവൻ ഉണ്ടായിരിക്കണം. ഈ ഭാര്യാഭർത്തക്കന്മാർ പരിപൂർണതയെ പ്രാപിച്ച ഇടം വലം ഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് അവർ പ്രത്യേകിച്ച് വളരെ വിഹായസിലേക്ക് വിസ്തൃതമായിരിക്കുന്ന ആകാശതലത്തിലേക്ക് പോയി പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ നോക്കിയിട്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കുകയാണ്. പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ മൂർത്തമായിരിക്കുന്ന അവസ്ഥ. ഈശ്വരൻ്റെ മൂർത്തമായിട്ടുള്ള ശരീരത്തെ നമ്മൾ പ്രപഞ്ചമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഈശ്വരൻ്റെ വ്യഷ്ടിഗതമായിട്ടുള്ള ജീവൻ വർത്തിക്കുന്ന ശരീരവും ഈശ്വരൻ്റെ ശരീരം, ഇത്തരത്തിൽ നമ്മൾ അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് കടക്കണം. അത് പിന്നാലെ നമുക്ക് നോക്കാം. ഇതെല്ലാം വേദാന്ത ദൃഷ്ടി. അപ്പോൾ എന്തായാലും ഈ പ്രപഞ്ചത്തെ ഈശ്വരനായി കണ്ട് അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കടക്കുന്നു ഈ പറയുന്ന കർദമ പ്രജാപതിയും ദേവഹൂതിയും. ഇത് ഉള്ളിൽ കണ്ടുകൊണ്ടാണ് എഴുത്തച്ഛൻ പാടിയത്. ഈശ്വരം പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശ്വരൻ്റെ കാരുണ്യത്തിൽ കേവലമൊന്നായി കണ്ടേൻ, അന്നേരം ഈ പറയുന്ന മായാമയമായുള്ള ബഹുത്വങ്ങളൊന്നുമേ കാണാനില്ല, ഞാൻ ഒഴിഞ്ഞൊരിടത്തും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇഴുകിച്ചേർന്നൊരവസ്ഥയിലേക്ക് എത്തിയത് നമ്മൾ പഠിക്കണം. ദേവഹൂതി എന്ന് പറയുന്ന ഭാര്യയും കർദമ പ്രജാപതിയും രണ്ടുപേരും ഇഴുകിച്ചേർന്ന് ഒഴുകി നടക്കുന്ന ഒന്നായിട്ടാണ്. അപ്പോൾ എന്താണ് വേളിയുടെ ഉദ്ദേശം? വേളി എന്ന് പറയുന്ന വിവാഹത്തിലൂടെ ഒന്നാകുക എന്ന് പറഞ്ഞ ശാരീരിക ബന്ധം പോലും ഒന്നായിത്തീരുന്ന അവസ്ഥയിൽ 2 എന്നുള്ള ചിന്താഗതി വിട്ടുപോകുന്ന ഒരു പ്രതീതി നമ്മളിലുണ്ടാകണം. അതാണ് ഒന്നായിത്തീരുക. അദ്വൈതത്തിൻ്റെ ഭാവമാണ്. അപ്പോൾ എല്ലാ തരത്തിലും അദ്വൈത അനുഭൂതി നുകരുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തി എന്ന് തന്നെ ചിന്തിക്കണം. നമ്മുടെ ഈ സാധാരണക്കാരുടെ വിച്ചമ്പേയും പറയുന്ന ആ ദാമ്പത്യ ജീവിതമല്ല ഇവിടെ കാണുന്നത്. ആധ്യാത്മിക ദൃഷ്ടിയിൽ തന്നെ വീക്ഷിക്കേണ്ട ഇവരുടെ ആ ദാമ്പത്യ ജീവിതത്തിൽ അവർ അനായാസേന അല്ല, വളരെയേറെ ക്ലിഷ്ടസാധ്യമായിരിക്കുന്ന ഒരു തലത്തിലേക്ക് വളരെ ബുദ്ധിമുട്ടി കടന്നു. എന്നിട്ട് ചെയ്ത പ്രവൃത്തിയാണ് വീണ്ടും നമ്മൾ കാണേണ്ടത്. ജനിപ്പിക്കുകയാണ് പെൺകുട്ടികളെ. ഈ പെൺകുട്ടികളെ ജനിപ്പിച്ചുകൊണ്ട് എന്തിനാണ് അപ്പോൾ ഈ വിനോദം, ഈ ദാമ്പത്യ ജീവിതത്തിൽ എന്തിനായി ഈ ഗോഷ്ഠി എന്നെല്ലാം നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ അവർ ചെയ്യുന്ന പ്രവൃത്തി വളരെയേറെ അന്വർത്ഥമാണ്. ജീവിതം സാർത്ഥകമാകാൻ വേണ്ടിയിട്ട് ആദ്യം സൃഷ്ടിച്ചു വിടുന്ന മുഴുവൻ പെൺകുട്ടികളെയാണ്. 9 പേരെ അത്തരത്തിൽ സൃഷ്ടിച്ചുവെന്നാണ് കഥ. ഈ 9 പെൺകുട്ടികളെ സൃഷ്ടിച്ചു എന്ന കഥ പറയുമ്പോൾ അതിലൂടെ സാധിക്കുന്നത് പടിപടിയായിട്ടുള്ള ഒരു ആരോഹണമാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ആരോഹണം. എവിടെ നിന്ന് കയറിപ്പോന്നു? ഭൂമിയിൽ നിന്ന്. അപ്പോൾ ഭൂമിയിൽ നിന്ന് കയറി എവിടം വരെ എത്തി? സത്യലോകമെന്ന് പറയുന്ന 7ാമത്തെ തട്ടിലെത്തി. അപ്പോൾ ഈ 7ാമത്തെ തട്ടിലെത്തിയാൽ പിന്നെ നമ്മുടെ ജീവിതം ധന്യമായി. അവിടെ ഇനി പഞ്ചമസ്കന്ധത്തിൽ പ്രിയവ്രതൻ പറയുന്ന പോലെ പ്രകാശം മാത്രം കാണുന്നൊരവസ്ഥയിലേക്ക് എത്തും. അതാണ് 7ാമത്തെ നമുക്ക് പിന്നാലെ യോഗവിദ്യയിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും സപ്തപതിയെല്ലാം തന്നെ അനുഷ്ഠിച്ചുകൊണ്ട് അവരോഹണമല്ല, ഈ ദാമ്പത്യ ജീവിതത്തിലുള്ള ആരോഹണം നടത്തുകയാണ്. ഇന്ന് മുഴുവൻ അവരോഹണമാണ്. ദാമ്പത്യ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആത്മഹത്യാ പ്രവണത, തല്ലിക്കൊല്ലാനുള്ള വ്യഗ്രത, കൊലപാതകവും അതുപോലുള്ള വൃത്തികെട്ട ചിന്താഗതികൾ, എല്ലാ തരത്തിലും നശിച്ച ചിന്താഗതികൾ എന്തുകൊണ്ടുണ്ടായി? അവരെല്ലാവരും അവരോഹണത്തിലാണ്, ആരോഹണത്തിലല്ല. ഈ ആരോഹണം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ അവർ 9 പെൺകുട്ടികളെ ജനിപ്പിച്ചു. അത് 9 ലാഡർ അല്ലെങ്കിൽ ഈ പറയുന്ന കോണിയിലെ കോണിപ്പടികളാണ്, സോപാനങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വിവാഹ ജീവിതം എപ്പോഴും കുറേ സോപാനപ്പടികളെല്ലാം ഉണ്ടാക്കിയിട്ട് അതിലൂടെ കടന്നു കയറാനുള്ള ആരോഹണ ക്രമമായിട്ട് തന്നെ എടുക്കുക. അത് പ്രത്യേകിച്ചും കപിലൻ്റെ അവതാരമാകുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 9 കുട്ടികളിങ്ങനെ ജനിക്കുന്നു. പ്രകൃതിയുടെ പ്രതീകങ്ങളാണ്. അവയെ നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടത് ഭക്തിയുടെ 9 ഭാവമായിട്ട് കൂടിയാണ്. ഭക്തി എന്ന് പറയുന്ന ഈശ്വരാർപ്പണ ബുദ്ധിക്ക് ഭക്തി ആവശ്യമാണ്. ആ ഭക്തി കൊണ്ട് വേണം നമ്മൾ വാസ്തവത്തിൽ ഈശ്വരനെ ദർശിക്കാനും. ഭക്തിയില്ല എങ്കിൽ എന്തു ചെയ്യും? ഭക്തി എന്ന് പറയുന്നത് സാധു അസ്മിൻ പരമപ്രേമരൂപമായിരിക്കുന്ന ആ അവസ്ഥയാണ് ഭക്തി. ഭക്തി ഉണ്ടായില്ല എങ്കിൽ എങ്ങനെ ഈശ്വരൻ ലഭിക്കും? സാധു അസ്മിൻ പരമപ്രേമരൂപ എന്ന് പറഞ്ഞിട്ട് ആ ഭക്തിയെപ്പറ്റി നാരദ തന്നെ ഇങ്ങനെ ഘോഷിക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അമൃതാനുഭൂതിയാണ്, ആനന്ദാനുഭൂതിയാണ്. സംശയങ്ങളെല്ലാം തന്നെ ഛേദിച്ച അവസ്ഥയാണ്.
ഒരിക്കലും സംശയങ്ങളില്ല എന്ന് മാത്രമല്ല ദൃഢമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് വരുന്നു. യത് ജ്ഞാത്വാ മത്തോ ഭവതി സ്തബ്ധോ ഭവതി അമൃതോ ഭവതി, യത് പ്രാപ്യന കിഞ്ചിത് വാഞ്ചതീന ദ്വേഷ്ടീന രമതേ നോത്സാഹി ഭവതി, യത് ജ്ഞാത്വാ മത്തോ ഭവതി സ്തബ്ധോ ഭവതി അമൃതോ ഭവതി പ്രയോഗങ്ങളാണ് നാരദരുടെ. അപ്പോൾ നാരദർ ഭക്തിയുടെ പ്രതീകമായിരിക്കുന്ന മൂർത്തിമത്ഭാവമായിരിക്കുന്ന ഭക്തിയുടെ എല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന അദ്ദേഹം തന്നെ പറയുന്നു, ഈശ്വരനോട് തോന്നുന്ന അമിതമായിരിക്കുന്ന പ്രേമമാണ് ഭക്തി. അത് 9 തരത്തിലുള്ള തട്ടിലേക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ 9 പെൺകുട്ടികൾ ജനിച്ചു വരുന്നത് ഈ കപിലനും എല്ലാം തന്നെ ജനിക്കാനുള്ള ഒരു തുടക്കം കുറിക്കുന്ന രീതിയായിട്ട് കാണണം. കപിലൻ എന്ന് പറയുന്ന വാസുദേവൻ, കപിലൻ എന്ന് പറയുന്ന ഈശ്വരൻ, ആ ഈശ്വരൻ തന്നെ അവതരിച്ചു വരണമെങ്കിൽ 9 പടി ഭക്തിയുടെ ഈ ശ്രേണികൾ, അത്തരത്തിലുള്ള സോപാനപ്പടികൾ കടന്നു 9 കുട്ടികളെ ജനിപ്പിച്ചു, പെൺകുട്ടികളെ. ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഓരോരോ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമെന്നുള്ളത് മറക്കാതെ തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന പ്രകൃതിക്ക് അതീതമായിട്ടുള്ളൊരവസ്ഥയെ പ്രാപിക്കലാണെന്നുള്ള ബോധ്യം കർദമ പ്രജാപതിക്കുണ്ട്. പ്രകൃതിയാണ് ഈ പറയുന്ന പെൺകുട്ടികൾ. ആ പ്രകൃതിയായിരിക്കുന്ന പെൺകുട്ടികൾ ഓരോന്നും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഭക്തിയുടെ സോപാനപ്പടികൾ കടന്ന് കയറുകയാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതിങ്ങനെ ഈ പറയുന്ന പ്രഹ്ലാദൻ സപ്തമസ്കന്ധത്തിൽ പറയുന്ന താൻ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായി താൻ പഠിച്ചത് എന്നതാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ശ്രേഷ്ഠമായിട്ടുള്ള 9 പടികൾ നേട്ടങ്ങളുടേതാണ്. അതിലൂടെ കടന്നിട്ട് ആത്മസമർപ്പണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒടുവിലെത്തുകയാണ്. അത് 9ാമത്തെ പെൺകുട്ടി വരെ ജനിച്ചു. ആത്മസമർപ്പണം ഇതെല്ലാം തന്നെ പ്രകൃതിയിൽ ജീവിക്കുന്ന ജീവന്, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു പോകുന്ന ജീവന് ആദ്യം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ഓരോരോ സോപാനങ്ങൾ കടന്നു എന്ന് മാത്രമല്ല, അത് ശ്രവണമാണ്, കീർത്തനമാണ്, സ്മരണമാണ്, അർച്ചനമാണ്. ഇത്തരത്തിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതെല്ലാമാണ് ഈ ഓരോ പടികളിലൂടെ കടക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിച്ച് സ്വായത്തമാക്കുന്നത്. ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ടാണ് ആത്മസമർപ്പണം. നമ്മുടെ ആത്മാവ്, ജീവാത്മാവ്, ഹംസം, ഏതായാലും ജീവഹംസം എന്ന് പറയുന്നതിന് സമർപ്പിക്കണമെങ്കിൽ, ആത്മസമർപ്പണം നടക്കണമെങ്കിൽ ഈ 9 പെൺകുട്ടികൾ ഉണ്ടായി. 9ാമത്തെ കുട്ടിയും കൂടി വരുമ്പോഴാണ് ഈ ആത്മസമർപ്പണം. ടോട്ടൽ സറണ്ടർ എന്ന് പറയുന്ന നമ്മുടെ ജീവനെ ഈശ്വരൻ ഇങ്ങനെ സമർപ്പിച്ചു കഴിയുമ്പോൾ ജീവഹംസം പരമഹംസവുമായിട്ട് ചേരാതെ നിവൃത്തിയില്ല. ആലോചിച്ചു നോക്കൂ. ജീവഹംസം ശ്രവണാദി, കീർത്തനാദി അത്തരത്തിലുള്ള നവവിധ ഭക്തിമാർഗങ്ങൾ, ശ്രേണികൾ ഇത് കടന്ന് 9ാമത്തെ ആത്മസമർപ്പണവും കൂടി സാധിച്ചിട്ട് ആ അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഈ കർദമ പ്രജാപതിയും ദേവഹൂതിയും 10ാമത് ഈ പറയുന്ന രീതിയിൽ ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നത്, ആൺകുട്ടി. അപ്പോൾ പ്രകൃതിയെ അതിജീവിച്ചുകൊണ്ട് അവിടെ പുരുഷൻ്റേതായിട്ടുള്ള പ്രാദുർഭാവം നല്ലപോലെ ചിന്തിക്കണം നമ്മുടെ വേദാന്തം. പ്രത്യേകിച്ച് ഇതിൽ ജനിക്കാൻ പോകുന്ന സാഖ്യയോഗിയായിരിക്കുന്ന കപിലൻ്റെ അവതാരത്തെപ്പറ്റി പറയുമ്പോൾ, സാഖ്യയോഗം എന്ന് പറയുമ്പോൾ പ്രകൃതി പുരുഷന്മാരെ പറ്റിയുള്ള ഉപരിചിന്തനമാണ്. പ്രകൃതി എന്നും പുരുഷനെന്നും പറയുന്ന 2 അവസ്ഥ ബ്രഹ്മത്തിന് ഈശ്വരന് കൊടുത്തിട്ട് ആ പ്രകൃതിയെയാണ് ഇവിടെ 9 പെൺകുട്ടികളാക്കി ജനിപ്പിച്ച് പുരുഷനിലേക്ക് കടക്കുകയാണ്. പുരുഷനിലേക്ക് കടക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. പുരുഷനെ കണ്ടില്ല, പുരുഷനെ കാണാത്തത് ഈ പ്രകൃതി എന്ന് പറയുന്ന വഞ്ചകയുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ വേദവ്യാസര്. പ്രഥമസ്കന്ധത്തിലെ 5, 6, 7 അധ്യായങ്ങളിൽ എന്തുകൊണ്ടാണ് പുരുഷനെ കാണാൻ കഴിയാതിരുന്നതെന്ന് വേദവ്യാസൻ പറയുന്നത് പ്രകൃതി, മായ, ആ ദേവി, അവളുടെ സാന്നിധ്യം, അവളുടെ തടസ്സം, അവളൊരു തിരശീലയായിട്ട് നിൽക്കുന്നത് കൊണ്ട് പുരുഷനെ കണ്ടില്ല എന്ന്. അപ്പോൾ പുരുഷനെ കാണാനുള്ള പ്രയത്നമാണ് ഈ കർദമ പ്രജാപതിയും ദേവഹൂതിയും നടത്തുന്നത്. അതിൻ്റെ ആദ്യത്തെ പടികളായിട്ട് 9 പടികൾ ഇങ്ങനെ ആരോഹണം ചെയ്ത് കയറി ചെന്നപ്പോൾ പ്രകൃതിയെ അതിജീവിച്ചു എന്ന് തന്നെ പഠിക്കണം. ഇത് ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് ഭാഗവതം. വരാഹാവതാരത്തിലൂടെ ശരീരം നിലനിർത്താനുള്ള ആ യോഗ്യത കിട്ടിയ ഒരു സാധകൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയും എല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്ന, വരാഹാവതാരത്തിലൂടെ നിലനിർത്തിയിരിക്കുന്ന നമ്മളെല്ലാവരും കടക്കുകയാണ് സാധനയിലേക്ക്. ആ സാധനയുടെ ഫലമായിട്ട് 9 കുട്ടികൾ ജനിക്കുമ്പോൾ പ്രകൃതി അതീതമായിരിക്കുന്ന പുരുഷഭാവത്തിലേക്ക് എത്തുകയാണ് എന്ന്. അതാണ് കപിലാവതാരം. അപ്പോൾ കപിലാവതാരം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം, അത് നേടേണ്ടത് എങ്ങനെയെന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സന്ദർഭവശാൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ തിരുപ്പതിയിൽ പോകാറുണ്ട്. തിരുപ്പതിയിൽ നമ്മൾ വെങ്കടാചലപതിയെ ഇങ്ങനെ നമസ്കരിക്കാറുണ്ട്. വെങ്കടാചലപതിയും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സാക്ഷാൽ പത്മാവതി, അതുപോലെ വെങ്കടാചലപതി അവർ തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കുന്നതും കുറേ ബാധ്യത കഥകളൊക്കെ ഇങ്ങനെ പലതും ശ്രീനിവാസ പെരുമാളിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ കൂടി അവിടെയെല്ലാം തന്നെ സംരക്ഷകനായിട്ടിരിക്കുന്നൊരു മൂർത്തിയുണ്ട്, വരാഹമാണ്.
വരാഹവും നരസിംഹവും അല്ലാതെ സംരക്ഷകന്മാരായിട്ട് ഭാഗവത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റവരാരുമില്ല. അതുകൊണ്ട് ആദ്യം വരാഹാവതാരം വന്നു, ഇനി സപ്തമസ്കന്ധത്തിൽ നരസിംഹവും വരും. നമ്മളെല്ലാവരും തന്നെ ഹൈന്ദവരെ ഉപാസിച്ച് ഉറപ്പിക്കേണ്ടത് വരാഹത്തെയും അതുപോലെ നരസിംഹത്തെയുമാണ്. ശരീരത്തെ ഇങ്ങനെ നിലയ്ക്ക് നിർത്തിക്കൊണ്ടും ശരീരാന്തർഗതമായിട്ടൊഴുകുന്ന ആ രക്തത്തെ ശുദ്ധീകരിച്ചുകൊണ്ടും നമ്മൾ ഉപാസനയിലേക്ക് പോവുക. പിന്നാലെയുള്ള അവതാരങ്ങളെല്ലാം പഠിക്കുമ്പോൾ അതിനൊരു ദൃഢത കിട്ടും. അപ്പോൾ എന്തു വേണം? നമ്മൾ വരാഹത്തെ അവതരിപ്പിക്കണം, അതായത് വരാഹമായിട്ട് മാറണം. അല്ലെങ്കിൽ വരാഹത്തെ പോലെയാകണമെങ്കിൽ ശരീരത്തെ ഉറപ്പിച്ച് നിർത്താനുള്ള കഴിവുണ്ടാക്കിയെടുക്കണം, കുത്തിയിരിക്കണം. അപ്പോൾ സ്ഥിതപ്രജ്ഞനായിട്ടുള്ളൊരു ഭാവത്തിലേക്കും സ്ഥിര ആസനത്തിലേക്കും കടന്നിട്ട് അത്തരത്തിൽ ഇരിക്കണമെങ്കിൽ വരാഹത്തിൻ്റെ ഒരനുഗ്രഹം വേണം. അത് വരാഹാവതാരത്തിൻ്റെ സംരക്ഷണം. അതുപോലെ നരസിംഹാവതാരം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഏതായാലും വരാഹാവതാരത്തിലൂടെ ഒരു ജീവൻ സ്വീകരിച്ചിരിക്കുന്ന ശരീരം, അതായത് ദേവഹൂതി ആയാലും ഈ പറയുന്ന കർദമ പ്രജാപതി ആയാലും, രണ്ട് ജീവന്മാർ, രണ്ട് ശരീരം, അവർ രണ്ടുപേരും വാസ്തവത്തിൽ വരാഹത്താൽ അനുഗ്രഹീതരായി. അവർ ശരീരത്തെ മെരുക്കാൻ തുടങ്ങി, ഒരുക്കാൻ തുടങ്ങി, യോജിച്ച രീതിയിലേക്ക് ആക്കാൻ തുടങ്ങി, യോഗ്യതയെല്ലാം തന്നെ നേടാൻ തുടങ്ങി. യോഗാവസ്ഥയെ പ്രാപിച്ചു രണ്ടുപേരും. അവർ ബുദ്ധിതലത്തിലായാലും ജീവന്റെ തലത്തിലായാലും രണ്ടുപേരും ഈ വരാഹാവതാരത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഊർധ്വഗതിയെ പ്രാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉദ്ധാരണം സാധിച്ചുകൊണ്ട്, ഈ വാക്കുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുക. ഊർധ്വഗതി, അതുപോലെ ഉദ്ധാരണം. ഉദ്ധാരണം ഭൂമിയുടെ ഉദ്ധാരണം, ശരീരത്തിൻ്റെ ഉദ്ധാരണം. ഇത്തരത്തിൽ ഉദ്ധാരണം സാധിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അത്യുന്നത പദവിയിലേക്ക് വിഹായസിലിങ്ങനെ വിഹരിച്ചു കിടക്കുമ്പോൾ 9 പെൺകുട്ടികളെ ജനിപ്പിച്ച് പ്രകൃതിയെല്ലാം തന്നെ അതിജീവിച്ച് പ്രകൃതിക്കതീതമായിട്ട് പുരുഷനെ കണ്ടു, അല്ലെങ്കിൽ പുരുഷനെ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈശ്വരനെ സാക്ഷാത്കരിച്ചു എന്ന് തന്നെ ഇതല്ലേ ലക്ഷ്യം. അപ്പോൾ ജീവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഈശ്വര സാക്ഷാത്കാരം ഇങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ ജീവഹംസം എന്നുള്ള നില വിട്ടിട്ട് പരമഹംസം എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുകയാണ്. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള അവതാര സ്വരൂപങ്ങൾ, അങ്ങനെയുള്ള ശ്രേഷ്ഠമതികൾ ചൊല്ലിത്തന്ന് പരമഹംസ്യം ആയിരിക്കുന്ന ജ്ഞാനമാണ് ഇവിടെയെല്ലാം തന്നെ പാടുന്നത് എന്ന്. ഇതൊരാമുഖം. അപ്പോൾ ഏതായാലും കടന്നു വരുന്ന തൃതീയ സ്കന്ധത്തിലെ കപിലാവതാരം മുതൽക്കുള്ള കഥാകോളം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രംഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഓരോ ജീവനും, ഭാര്യാഭർത്താക്കന്മാർ പ്രത്യേകിച്ചും, എത്തരത്തിലായിരിക്കണം വർത്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, എന്നിട്ട് എപ്രകാരമായിരിക്കണം ഈശ്വരനെ സാക്ഷാത്കരിക്കേണ്ടത്, സാധിച്ചെടുക്കേണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നാം ഈ കപിലാവതാരത്തിലേക്ക് കടന്നു പോകുന്നത്. കപിലൻ അവതരിച്ചതോടുകൂടി, ഒരു പുരുഷനെ കിട്ടിയതോടുകൂടി, അവിടെയും ചിന്തിക്കണം, നല്ലപോലെ ചിന്തിച്ചാലെങ്കിൽ നമുക്കൊന്നും കിട്ടുകയില്ല. അവിടെ ഒരു പുരുഷനെ കണ്ടെത്തിയതോടുകൂടി, പുരുഷനെന്ന് പറയുന്ന ഈശ്വരനെ ദർശിച്ചതോടുകൂടി ഭർത്താവായിരിക്കുന്ന കർദമ പ്രജാപതി ദേവഹൂതിയോട് ടാറ്റ പറഞ്ഞു പോയില്ലേ? എന്തിനത്? ഭാര്യയെ ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഡൈവോഴ്സൊന്നും അല്ല അത്. അല്ലയോ ജീവൻ, അല്ല, ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യയെ യോഗ്യ ആക്കി തീർത്തിട്ട് ആ ഭാര്യ കിട്ടേണ്ടതായ, ഭാര്യയ്ക്ക് കിട്ടേണ്ടതായുള്ള ഈശ്വര സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നാലെ അവിടെ ഒരു വിലങ്ങതിരയായിട്ട് ഭർത്താവ് നിൽക്കരുത്. യാതൊരു തടസ്സങ്ങളും പിന്നെ പാടില്ല. യോഗ്യത സമ്പാദിച്ചിരിക്കുന്ന ദേവഹൂതി ഈശ്വര സാക്ഷാത്കാരം നേടി ഈശ്വരനെയും മുൻപിൽ വെച്ചുകൊണ്ട് കണ്ടുകൊണ്ട് പിന്നെ അവരുടെ സംവാദമാണ് ഈ കാപിലേയം. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാണ്. മറ്റൊന്നുമല്ല, കാപിലേയം എന്ന് പറയുന്ന കുറേ സംഗതികൾ, ഇങ്ങനെ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള സംഗതികൾ, അതിങ്ങനെ ആവർത്തിച്ച് ജപിച്ചും ഉച്ചരിച്ചും പറഞ്ഞും പഠിപ്പിച്ചും അത്തരത്തിൽ പോകലല്ല നമുക്ക് ആവശ്യം. ഇവിടെ വാസ്തവത്തിൽ ഈശ്വരനെ കണ്ടു എങ്കിൽ പിന്നെ ലഭ്യവസ്തുവായിട്ട് മറ്റെന്താണുള്ളത്? പിന്നെ ലഭിക്കേണ്ടത് വല്ലതും ഉണ്ടോ? ഈശ്വര ലാഭമല്ലാതെ മറ്റെന്തെങ്കിലും ഒരു മനുഷ്യജീവന് അവൻ്റെ ജന്മത്തിൽ കിട്ടാനുണ്ടോ? അപ്പോൾ ലഭിക്കേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തുപദേശമാണ്? ലഭിക്കേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തു മോക്ഷമാണ്? മോക്ഷമില്ല, കാരണം മോക്ഷപദവിയായി. അപ്പോൾ എല്ലാ തരത്തിലും കർദമ പ്രജാപതി ദേവഹൂതിയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ തൻ്റെ ഭാര്യയായിരിക്കുന്ന ഈ സ്ത്രീരത്നത്തെ മുമുക്ഷുവാക്കി മോക്ഷത്തിന് യോഗ്യത നൽകി മോക്ഷം എന്ന് പറയുന്നൊരവസ്ഥ അവൾക്ക് ഗ്രഹിക്കാൻ എല്ലാ തരത്തിലും സുസാധ്യമാക്കി തീർത്തു എന്നല്ലേ പഠിക്കേണ്ടത്. എന്നിട്ടും അവിടെ കുത്തിയിരുന്നു കൊണ്ട് അമ്മയും മകനും കൂടി ഇങ്ങനെ സംവദിക്കുകയാണ്, കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ്. ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരേക്ക് നടന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടിയിട്ടൊരു ഗീത എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ സംവദിക്കുന്ന രീതി ഭാഗവത്തിൽ സ്വീകരിച്ചു. നാരായണീയത്തിൽ ഒരു ദശകം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചു. ഈ ദശകം നാരായണ ഭട്ടതിരിപ്പാട് അങ്ങനെ എഴുതിയെങ്കിലും ഒരു പരിപൂർണത കൈവരിക്കത്തക്ക രീതിയിൽ സംഗ്രഹിച്ചുകൊണ്ട് സാധിച്ചില്ല. പക്ഷേ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ ഭാഗവത്തിന് കഴിഞ്ഞു. 5-8 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കപിലൻ എന്താണ് ഈ അമ്മയോട് പറഞ്ഞു കൊടുത്തത് എന്നെല്ലാം തന്നെ നമുക്ക് വ്യക്തമായി. അമ്മയ്ക്ക് ഭക്തിയില്ലാഞ്ഞിട്ടാണോ ഭക്തിയെപ്പറ്റി പറഞ്ഞത്? രാജസഭക്തിയെപ്പറ്റി പറഞ്ഞു, സാത്വികഭക്തിയെപ്പറ്റി പറഞ്ഞു, താമസഭക്തിയെപ്പറ്റി പറഞ്ഞു.
എന്നിട്ട് അതിൻ്റെ ഗതിയെ സംബന്ധിച്ചെല്ലാം നിരൂപിച്ചു. ഇത്തരത്തിലുള്ള ഭക്തി ഈ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? കാരണം ഇതെല്ലാം തന്നെ കടന്നു കയറി, ഇതെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ടാണ് ഒടുവിൽ ഭഗവാനെ തന്നെ ലഭിച്ചത് എങ്കിൽ പ്രത്യേകിച്ചൊരു ഉപദേശം ഈ പറയുന്ന ദേവഹൂതിക്ക് കൊടുക്കേണ്ടതുണ്ടോ? ഇനി ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. ഈ പറയുന്ന കാപിലേയം എന്ന് പറയുന്ന 5-8 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗവതത്തിൻ്റെ ഭാഗം എടുത്തുകൊണ്ടാണ് അതിനെ വ്യാഖ്യാനിച്ച് നമ്മൾ ഓരോരോ തീസിസ് എല്ലാം തന്നെ സമർപ്പിച്ചുകൊണ്ട് PhD വാങ്ങുന്നത്. തുലവും അനർത്ഥമായിട്ടുള്ളൊരു കാര്യമെന്ന് ഞാൻ പറയും. കാരണം എന്താ? അന്വർത്ഥമല്ല, അനർത്ഥം. നമ്മൾ പലപ്പോഴും ഓരോരോ കഥാഗോളങ്ങളെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നമ്മുടെ വീക്ഷണം, നമ്മുടേതായിട്ടുള്ള എല്ലാത്തരം സമ്യക്കായികളുടെ ആ വീക്ഷണവും എല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഒരു പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ കളഞ്ഞു കുളിക്കുന്നതും കിട്ടാതെ പോകുന്നതും എന്താ? ആ ജീവിതം കൊണ്ട്, ഈ ദാമ്പത്യ ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ ഏതൊരു ദേവഹൂതി കർദമ പ്രജാപതിമാരുടെ ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടിയത് എന്ന് പഠിക്കാതെ പിന്നാലെ ഈ പറഞ്ഞ ഓതിക്കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സവിസ്തരം വ്യാഖ്യാനിച്ചു കൊണ്ട് പോകുമ്പോൾ സമയം മെനക്കെടുത്തുന്ന രീതിയല്ലാതെ മറ്റ് യാതൊരു നേട്ടവും നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നില്ല. ആ വിഷയത്തിലേക്ക് ഞാൻ അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കുന്നുണ്ട്. ഏതായാലും എങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ ജീവിതം ധന്യമാകുന്നത് എത്തരത്തിൽ? ഇവിടെയാണ് ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമവും, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് വാനപ്രസ്ഥവും, വാനപ്രസ്ഥം കഴിഞ്ഞ് സന്യാസവും എന്ന് പറയുന്ന ചതുരാശ്രമങ്ങളെപ്പറ്റി പഠിക്കേണ്ടത്. ഒരു മനുഷ്യജന്മം സിദ്ധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആദ്യ കാലഘട്ടം നല്ല രീതിയിൽ ബ്രഹ്മചര്യ ദീക്ഷയോടുകൂടി കാലം കഴിച്ചു കൂട്ടിയിട്ട് ഗൃഹസ്ഥാശ്രമിയാകുമ്പോഴേക്ക് നല്ലൊരു അടിത്തറ പാകിക്കൊണ്ട് ആ ജീവിതം നയിച്ച് അതിലൂടെ കുട്ടികളെ സമ്പാദിക്കണമെന്നുള്ളൊരു വീക്ഷണം ഈ കർദമ പ്രജാപതിയും ദേവഹൂതിയും നമുക്ക് കിട്ടു തന്നു. ആദ്യ കാലഘട്ടമെല്ലാം തന്നെ കാള കളിച്ച് കടന്ന് അലങ്കോലപ്പെട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പ്രകൃതിക്കടിപ്പെട്ടുകൊണ്ട് പ്രകൃതിയെ ഇങ്ങനെ അതിജീവിക്കാൻ ശ്രദ്ധിക്കാതെയും ശ്രമിക്കാതെയും അത്തരത്തിൽ പ്രയത്നിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ലക്ഷണമല്ല എന്നല്ലേ അവർ ആദ്യ കാലഘട്ടം നയിച്ചതിൽ നാം മനസ്സിലാക്കുന്നത്. എന്നിട്ട് പ്രകൃതിയെ ജനിപ്പിക്കുകയാണ് പെൺകുട്ടികളുമായിട്ട്. എല്ലാ തരത്തിലും പെൺകുട്ടികൾ ഓരോരുത്തരെ ഇങ്ങനെ ജനിച്ചു വരുമ്പോൾ ആ പ്രകൃതിയെ അതിജീവിക്കുന്ന രംഗവും കൂടി കാണിച്ചു തന്നു. എന്താ നിർദ്ദേശമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. പ്രകൃതിയെ അതിജീവിക്കുക. പ്രകൃതി എന്ന് പറയുന്ന ദേവീ ഭാഗവതത്തിൽ, സന്ദർഭവശാൽ ഞാൻ പറയുകയാണ്, പ്രകൃതി എന്ന് പറയുന്നത് ദേവീ ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ പ്രകൃതി എന്ന് പറയുന്ന രീതിയിൽ പ്രഥമകൃതി എന്നിങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രഥമകൃതി ഏതൊരു പുരുഷനാണോ ഈശ്വരഭാവത്തിലുള്ളത് ആ പരമ്പൊരുളായിരിക്കുന്ന പുരുഷൻ്റെ ആദ്യത്തെ സൃഷ്ടി എന്നുള്ള മട്ടിലാണ്. അതായത് പുരുഷനിൽ നിന്ന് ആവിർഭവിച്ചത്, അല്ലെങ്കിൽ പുരുഷനിൽ നിന്നുണ്ടായത്, ആദ്യമുണ്ടായത്. അങ്ങനെ പുരുഷനിൽ നിന്ന് ആദ്യമുണ്ടായ പ്രകൃതി, ആ പ്രകൃതിക്ക് പ്രകൃതി എന്നുള്ള പേര് തന്നെ ഇട്ടു. പ്രഥമമായിട്ടുണ്ടായത് പ്രകൃതി എന്നുള്ളതിന് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രപഞ്ചം തന്നെയാണ് ഈ പ്രകൃതി. ഈ പ്രപഞ്ചത്തിൽ ആത്യന്തികമായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന പുരുഷൻ അന്തർഭവിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അന്തർഭവിച്ചിരിക്കുന്ന ആത്മതത്വത്തെ പുരുഷൻ എന്ന് പറയുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആ പ്രകൃതിയെ നമ്മൾ പ്രപഞ്ചമെന്ന് വിശേഷിപ്പിക്കാം. ഇതൊന്നുകൂടി മനസ്സിലാകണമെങ്കിൽ ഇനിയും വരാനിരിക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇളാവൃതം എന്നൊരു പ്രയോഗം പഞ്ചമസ്കന്ധത്തിൽ കാണാം. ഇളാവൃതത്തിൽ ഇള എന്ന് പറയുന്ന പാർവതീദേവിയാണ്, പ്രകൃതിയാണ്. ഇളയാൽ ആവൃതമായ സങ്കേതം ഇളാവൃതം. അവിടെ ശങ്കരൻ അനുവസിക്കുന്നത്. ശങ്കരൻ എന്ന് പറയുന്ന ശിവപെരുമാൾ ഇളാവൃതത്തിൻ്റെ നടുവിലിരിക്കുന്നു, പ്രകൃതി ചുറ്റിപ്പറ്റിയിരിക്കുന്നു. ഇതാണ് എവിടെയും സത്യമായിട്ടുള്ളത്. നമ്മളീ പ്രസംഗിക്കുമ്പോഴും നിങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ പ്രകൃതിയാൽ ആവൃതമാണ്. ശരീരമെന്ന് പറയുന്ന പ്രകൃതിയാൽ ആവൃതമാണ്. അതിനെ ചുറ്റിപ്പറ്റി ബാഹ്യമായിട്ടുള്ള പ്രകൃതിയാൽ ആവൃതമാണ്. അന്തഃപ്രകൃതി, ബഹുപ്രകൃതി എന്ന് പറയുന്ന രണ്ട് തരത്തിൽ വേദാന്ത ഭാഷയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അകത്തും പ്രകൃതി, പുറത്തും പ്രകൃതി. അവിടെ പുരുഷനെന്ന് പറയുന്ന തള്ളവലിൻ്റെ വലിപ്പത്തിൽ നമ്മൾ സങ്കല്പിക്കുന്ന ഈശ്വരഭാവം അതുമാത്രം ഇങ്ങനെ പുരുഷനായിട്ട് അകത്ത് വിരാജിച്ചരുളുന്നുണ്ട്. പക്ഷെ ചുറ്റിപ്പറ്റി മുഴുവൻ പ്രകൃതിയാണ്. ആ പ്രകൃതി എന്ന് പറയുന്ന സ്ത്രീയാണ്. ആ പ്രകൃതി എന്ന് പറയുന്ന സ്ത്രീ സാത്വികൻ, രാജസം, താമസം എന്ന് പറയുന്ന ത്രിഗുണങ്ങളെ കൊണ്ട് സംഭൂതയാണ്. അത്തരത്തിലുള്ള സ്ത്രീരത്നമാണ് ഈ പറയുന്ന മായ. അതാണ് ദേവി, അതാണ് ഈ പറയുന്ന പ്രകൃതി, അതാണ് വഞ്ചകി. അതാണ് വാസ്തവത്തിൽ നമ്മളെ പ്രേരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും ഈശ്വരനുമായിട്ട് അടുത്തുകൂടാൻ പറ്റാത്ത രീതിയിൽ അതിനെ ആവരണം ചെയ്തുകൊണ്ട് നമ്മളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മാറ്റി നിർത്തുന്നത് എന്നുകൂടി ഉറപ്പിച്ചാൽ ഈ ദേവഹൂതി കർദമ പ്രജാപതിമാരുടെ അല്ലെങ്കിൽ അവരുടെ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവർ തമ്മിൽ ഇങ്ങനെയുള്ള ബന്ധം വന്നിട്ട് എന്തിനാണ് ഈ കർദമ പ്രജാപതി ഉടനെ ഓടിപ്പോയത്? ഈശ്വരൻ്റെ സാക്ഷാത്കാരമാണ് ലക്ഷ്യമെന്ന് കണ്ടാൽ നമ്മൾ ഓരോ ജീവന്മാരും നമ്മുടെ ജീവിതത്തിലെ ദൗത്യം പൂർത്തീകരിച്ച്, അതായത് ദാമ്പത്യ ജീവിതം വാസ്തവത്തിൽ അനിവാര്യമാണെന്നുള്ള മട്ടിലാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും ദാമ്പത്യ ജീവിതം കൊണ്ട് ഉണ്ടാകേണ്ട നേട്ടം വെറുതെ കുറേ പശുവിന് തുല്യമായിരിക്കുന്ന ശിശുക്കളെ വാർത്തെടുക്കലല്ല, മൃഗങ്ങളെപ്പോലെയുള്ള കുട്ടികളെ ജനിപ്പിക്കലല്ല,
അവിടെ വാസ്തവത്തിൽ കുട്ടികൾ ജനിക്കേണ്ടത് എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട ഒരു അവസരവും കൂടി ഇവിടെയുണ്ട്. പണ്ട് നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളിലൂടെയാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നത്. ഇന്നത്തെ ദാമ്പത്യ ജീവിതമല്ല പണ്ട്. അങ്ങനെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ കടന്നിട്ട് പുത്രോത്പാദനം പോലും നല്ല സമയവും നല്ല അവസരവുമെല്ലാം തന്നെ പാർത്ത് വളരെയേറെ ശ്രദ്ധയും ഭക്തിയും വച്ച് പുലർത്തിക്കൊണ്ട് അവിടെ ബീജാവാപം എന്ന് പറയുന്ന ഷോഡശക്രിയകളിലൊന്ന് അത് നടത്തുന്നത് തന്നെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈശ്വരീയമായിട്ടുള്ള ഒരു നിയോഗം എന്നുള്ള മട്ടിൽ താൻ ജനിപ്പിക്കാൻ പോകുന്ന കുട്ടി, ആ പ്രജ, അത് എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കണം, ശ്രേഷ്ഠരായിരിക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് ദാമ്പത്യ ജീവിതം. അത്തരത്തിലുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ലക്ഷണവും ഇവിടെ നമുക്ക് ഈ കഥാഗോളത്തിൽ കാണാം. അപ്പോൾ എല്ലാ തരത്തിലും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ അതിജീവിച്ചു കൊണ്ടുള്ള ദാമ്പത്യ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രകൃതി എന്ന് പറയുന്ന കലുഷിതമായിരിക്കും. പ്രകൃതി എന്ന് പറയുന്ന നമ്മളെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോകും. കാറും കോളും നിറഞ്ഞ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കും. നമ്മളെ പേ പിടിപ്പിക്കും, ഭ്രാന്തി പിടിപ്പിക്കും. ഇത് പ്രകൃതി. അതിനൊന്നും വശംവദരാകാതെ രണ്ടുപേരും ചിന്തിക്കേണ്ട വിഷയം അതാണ്. ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെ ക്ഷോഭിപ്പിക്കുന്ന അല്ലെങ്കിൽ കോപിപ്പിക്കുന്ന കാമക്രോധാദികളെല്ലാം തന്നെ ജനിപ്പിക്കുന്ന, അത്തരത്തിൽ വികാരം ജനിപ്പിച്ചുകൊണ്ട് വീർപ്പ് പൊട്ടിക്കുന്ന ആ അന്തരീക്ഷത്തിലേക്ക് പോകാതെ അവരുടെ തപസ്സല്ലേ ഈ ദാമ്പത്യ ജീവിതം. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന ഒരു തപസ്സാണ്. ബ്രഹ്മചര്യം കഴിഞ്ഞിട്ടുള്ള ഗാർഹസ്ഥ്യം എന്ന് പറയുന്ന ഗൃഹസ്ഥാശ്രമം ഒരു തപസ് തന്നെയാണ്. ഇന്നത്തെ ജനങ്ങളത് പഠിക്കാത്തത് കൊണ്ട് ആർഷ നമസ്കാരത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തി അതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് പറ്റിയ അബദ്ധമാണ് ഇവിടെ നടക്കുന്ന മുഴുവൻ. കള്ളും കഞ്ചാവും അത്തരത്തിലുള്ള അപരിഷ്കൃതമായിട്ടുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും സെക്സ് എന്ന് പറയുന്ന ലൈംഗികത, ലൗകികത ഇതെല്ലാം തന്നെ മ്ലേച്ഛമായി പോകാൻ കാരണം എന്താ? ഡിവൈൻ സെക്സ് എന്നോ ഡിവൈൻ ലവ് എന്നോ പറയുന്ന രീതിയിലേക്ക് മനുഷ്യ മനസ്സ് എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് വാസ്തവത്തിൽ പാകത വരുന്നില്ല. ഒരു കാര്യവും കൂടി പലവട്ടം നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളതാണ്. പ്രീ മാരിറ്റൽ കോഴ്സ് അസംബന്ധമാണ്. പ്രീ മാരിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടൊരു സമ്പ്രദായം ചില സമുദായങ്ങളും അല്ലെങ്കിൽ അത്തരത്തെ സമ്പ്രദായങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ അവർ ഈ പറയുന്ന വിവാഹിതരാകാൻ പോകുന്ന നവവധൂവരന്മാർ അവർക്ക് പ്രീ മാരിറ്റൽ കോഴ്സ് നടത്തുന്ന ടീച്ചേഴ്സിന് പറഞ്ഞു തരും. അതാണ് കാര്യം. കൊച്ചുകുട്ടികൾ പഠിച്ചു വരുന്ന LKG ക്ലാസ്സെല്ലാം തന്നെ കഴിഞ്ഞു വരുമ്പോഴേ തന്നെ അവർ വളരെയേറെ പ്രബുദ്ധരാണ്. ഏത് കാര്യത്തിൽ? ഈ ലൗകികതയിൽ, ഈ ലൈംഗികതയിൽ. അതുകൊണ്ട് ഒരു കാര്യവും കൂടി ഇവിടെ പറഞ്ഞ് നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. വിവാഹം എന്ന് പറയുന്നത് തികച്ചും സെക്ഷുവലായിട്ടുള്ള ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായമല്ല. സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്ന രീതി അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ കൂടി, അത് സംഭോഗത്തിൻ്റെ ഭാവമാണെങ്കിൽ കൂടി അത് സംയോഗമായിട്ട് തീരണം. മനസ്സ് മാറി മറിയാതെ, മനസ്സെല്ലാം തന്നെ പാകപ്പെടാതെ, മനസ്സ് ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ എന്നെല്ലാം തന്നെ ചങ്ങമ്പുഴ പാടിയ രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭാവത്തിലേക്ക് വരുന്നില്ല എങ്കിൽ ദാമ്പത്യ ജീവിതം അനർത്ഥങ്ങൾ സൃഷ്ടിക്കും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. അപ്പോൾ എല്ലാ തരത്തിലും പൊരുത്തപ്പെടൽ, മാനസികമായിട്ടുള്ള പൊരുത്തപ്പെടൽ, ശാരീരികമായിട്ടുള്ള സംയോജനം ഇതെല്ലാം തന്നെ സാധിച്ചുകൊണ്ട് പ്രകൃതിയുടെ പ്രതീകങ്ങളായിട്ടുള്ള 9 പെൺകുട്ടികളെ ജനിപ്പിച്ച് അതൊന്നുമല്ല ലക്ഷ്യം എന്ന് കണ്ട് അതിനതിജീവിച്ച് 9 തട്ടുകളും ആ സോപാനങ്ങളും തരണം ചെയ്ത് 10ാമത്തെ രംഗത്തേക്ക് വന്ന് ഒരു പുരുഷനെ സൃഷ്ടിക്കുന്നു. ഈശ്വരനെ എടുത്തു കാണിച്ചു കൊടുക്കുകയാണ്. കർദമ പ്രജാപതിയുടെ തപസ്സിൻ്റെ ഫലം. അതുപോലെ ദേവഹൂതി എന്ന് പറയുന്ന ധീരത്നത്തിൻ്റെ ആ ദേവന് വേണ്ടി സകലതും ആഹൂതി ചെയ്തിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള പ്രേമത്തിൻ്റെ ഫലം, ഭക്തിയുടെ ഫലം. അപ്പം ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഇതിനുണ്ട്. ആരോട് പറയാനാ? ഇതെല്ലാം തന്നെ പ്രസംഗിച്ച് നമ്മൾ നാക്ക് കഴയ്ക്കുമ്പോഴും അതുപോലെ തൊണ്ടയെല്ലാം തന്നെ വളരെയേറെ വിഷമിക്കുമ്പോഴും ശബ്ദകോലാഹലം നടത്തിക്കൊണ്ട് പരിസര മലിനീകരണം നടത്തുമ്പോഴും യാതൊരു ഫലവുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് ഇന്നത്തെ യുവതലമുറ അത് നല്ല രീതിയിലേക്ക് വരണമെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നവർ അവർ പ്രീ മാരിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞ് തികച്ചും ഭൗതിക തലത്തിലെ ആ ജീവിത രീതിയല്ല പഠിക്കേണ്ടത്. ആധ്യാത്മിക തലത്തിലെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉന്നതമായിരിക്കുന്ന ചിന്താഗതികൾ വച്ച് പുലർത്തുന്ന ആധ്യാത്മികതയുടെ വശങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്. ഭാഗവതത്തിലെ ഈ രംഗം അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് തൃതീയ സ്കന്ധത്തിൽ നമ്മൾ കാണുന്ന ഈ ദേവഹൂതി കർദമ പ്രജാപതിമാരുടെ ആ ദാമ്പത്യ ജീവിതവും തുടർന്നുള്ള നടപടികളുമാണ് അവരെ പഠിപ്പിക്കേണ്ടത്. എന്തായിരിക്കണം? ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിത് പച്ചയ്ക്ക് പറയാൻ കാരണം എടുത്തിയാടി ഈ പറയുന്ന ബലാത്സംഗ രൂപത്തിൽ, ഒന്നുകൂടി ശക്തമായിട്ടുള്ള ഭാഷയിൽ ഞാൻ പറയുകയാണ്, ബലാത്സംഗ രൂപത്തിൽ കടന്നു കയറേണ്ട ഒരു വേദിയല്ല വിവാഹവേദി. ആദ്യത്തെ ദിവസം തന്നെ ആക്രാന്തം കാണിച്ചുകൊണ്ട്, വീണ്ടും കടത്തി പറയുകയാണ്, ആക്രാന്തം കാണിച്ചുകൊണ്ട് ശാരീരികമായിട്ട് മർദ്ദിച്ച് അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെല്ലാത്തിൽ പീഡകൾ ഇങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രക്രിയ അല്ല ഈ ദാമ്പത്യ ജീവിതം. നിങ്ങൾ ഒരുപക്ഷേ ബ്രാഹ്മണരുടെ ഇടയിലും
അതുപോലെ മറ്റിതര സമുദായങ്ങളിലും എല്ലാം തന്നെ 4-ാം കല്യാണം എന്ന് കേട്ട് കാണും. ഏതായാലും 4-ാം കല്യാണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസമൊന്നും വെപ്രാളം കാണിക്കാൻ പാടില്ല എന്നാണ്. 4 ദിവസത്തെ ഈ ക്രിയകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടാണ് ഭാര്യാഭർത്തക്കന്മാർ ഇടംവലം ഭാഗങ്ങൾ അലങ്കരിക്കുന്നത്. ചിന്തിക്കുക. ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ കൊണ്ട് രജിസ്ട്രേഷനും കഴിച്ച് മാലയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് അന്ന് തന്നെ തുടങ്ങുകയല്ല ഈ പറയുന്ന കൾമിനേഷൻ ഓഫ് ദ മാരേജ്. അത് നടക്കുന്ന 4-ാമത്തെ ദിവസം കഴിഞ്ഞിട്ട്. എന്തിനാ ഈ 4 ദിവസം? ഈ 4 ദിവസം പരിചിന്തനത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഭാര്യയായിട്ട് വന്നിരിക്കുന്ന വധു തൻ്റെ പൂർവ്വകഥകൾ പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ പേടിപ്പിക്കാനും ഭർത്താവ് തൻ്റേതായുള്ള വീരസാഹസിക കഥകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഭാര്യയെ വെപ്രാളപ്പെടുത്താനും അല്ല ഈ 4 ദിവസക്കാലം. അതാണല്ലോ ഇന്നത്തെ ഡൈവോഴ്സ് എന്ന് പറയുന്ന വൃത്തികെട്ട സംഗതികൾക്കെല്ലാം തന്നെ കാരണമാകുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും 4 ദിവസം ബ്രാഹ്മണരുടെ ഇടയിലുണ്ട്. അവരുടെ വേളിയിൽ 4 ദിവസം എന്ന് പറഞ്ഞാൽ ഓരോരോ ദേവന്മാർക്ക് ആഹൂതി അടക്കുന്ന രീതിയിൽ തന്നെയാണ്. ദേവഹൂതി എന്ന് പറയുന്ന കഥാപാത്രം ജീവിതത്തെ ദേവന് വേണ്ടി ആഹൂതി ചെയ്ത പോലെ ഇന്ദ്രന് വേണ്ടിയിട്ട്, യമന് വേണ്ടിയിട്ട്, വരുണന് വേണ്ടിയിട്ട്, അഗ്നിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ എന്ന് പറയുന്ന ദേവന്മാർക്ക് 4 പേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു വയ്ക്കുകയാണ് ഈ പറയുന്ന 4 ദിവസക്കാലം. ഭാര്യ ഭർത്താവാകാൻ പോകുന്ന വ്യക്തി 2 പേരും കൂടി യോജിച്ച് ഹോമകുണ്ടത്തിലേക്ക് ലാജാഹോതി, അതായത് മരലെല്ലാം തന്നെ ഹോമിച്ച് അവർ സമാധാനത്തോടുകൂടി സമചിത്തതയോടുകൂടി വെപ്രാളം കാണിക്കാതെ യാതൊരു തരത്തിലും ഈ പറഞ്ഞ കൂട്ട് ഉത്കണ്ഠാകുലമായിട്ടുള്ളൊരവസ്ഥയില്ലാതെ യാതൊരു ടെൻഷനും ഇല്ലാതെ എല്ലാ തരത്തിലും ഇടതുവശം അലങ്കരിക്കേണ്ട ഭാര്യയെ ഇടതുവശത്തേക്ക് ഇരുത്തുന്നതിന് മുമ്പ് ഈ ദേവന്മാർക്ക് ആഹൂതി നടത്തിക്കൊണ്ടാണ് 4-ാമത്തെ ദിവസം ശരിക്ക് വേളിയുടെ ആ ഏറ്റവും അങ്ങേറ്റത്തെ മൂർധന്യാവസ്ഥയിലെത്തി പരസ്പരം ഇടംവലം ഭാഗങ്ങളെ അലങ്കരിച്ചുകൊണ്ട് അവർ ഭാര്യാഭർത്താക്കന്മാരാകുന്നു. ചിന്തിച്ചു നോക്കൂ. ഇതെല്ലായിടത്തുമുണ്ട്. പണ്ടത്തെ നമ്മുടെ സംസ്കാരമാണ്. ഈ പണ്ടത്തെ സംസ്കാരം പ്രാചീനമെന്ന് പറഞ്ഞുകൊണ്ട് അപരിഷ്കൃതമെന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല. ഇന്നത്തെ കുട്ടികൾ വാസ്തവത്തിൽ മ്ലേച്ഛമായിട്ടുള്ള രീതിയിലേക്ക് പോകാൻ കാരണം താത്വികമായിട്ട് പഠിക്കാതെയും ധാർമ്മികമായിട്ട് ചിന്തിക്കാതെയും സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളെല്ലാം തന്നെ ഗ്രഹിക്കാതെയുമാണ്. നമുക്ക് നോക്കാം. ബീജാധാനമാണ് ആദ്യത്തെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഷോഡശക്രിയകളിലൊന്ന്. ഈ ബീജാധാനം എന്ന് പറയുന്നത് വിത്തുപാകലാണ്. അപ്പോൾ വിത്തുപാകനായിട്ട് കിട്ടിയിരിക്കുന്ന ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് ഭർത്താവ് എന്ന് പറയുന്ന തേജസ്വിയായിരിക്കുന്ന കർദമൻ ആ ദേവഹൂതിയായിരിക്കുന്ന ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് ബീജാധാനം ആ വിത്തുപാകുന്ന പ്രക്രിയ നടത്തിയത് എപ്പോഴാണ്? അവർ 2 പേരും കൂടി അനേക നാളിങ്ങനെ കഴിച്ചുകൂട്ടി യാതൊന്നും ചെയ്യാതെ എന്നിട്ട് ഒടുവിൽ വിഹായസിലേക്ക് അനന്തമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ചിന്തിക്കണം. വിഹായസ എന്ന് പറയുന്ന ആകാശമാണ് ആദ്യമായിട്ടുണ്ടായത്. ഈ ആകാശമെന്ന് പറയുന്നത് ശബ്ദത്തിൽ നിന്നുണ്ടായി എന്നാണ് നമ്മൾ പഠിക്കുന്ന സൃഷ്ടിക്രമം. ശബ്ദമെന്ന് പറയുന്ന ഓങ്കാരമാണ്. ഓങ്കാരം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നുണ്ടായ ആകാശതലത്തിലേക്ക് 2 പേരും കടന്നു എന്ന് പറഞ്ഞ ഓം ഹംസത്തിൻ്റെ ധ്വനിയിലേക്ക്, ഓങ്കാര ധ്വനിയിലേക്ക് 2 പേരും കൂടി കടന്നു. ശബ്ദപ്രപഞ്ചത്തിലേക്ക്, ശബ്ദബ്രഹ്മത്തിലേക്ക് അവർ കടന്നു. ഈ ശബ്ദത്തിലെല്ലാം 2 കൂട്ടരും ഇഴുകിച്ചേർന്ന് ലയിച്ചു. ചിന്തിച്ചു നോക്കൂ. എന്നിട്ടാണ് വാസ്തവത്തിൽ ഈ ക്രിയകളെല്ലാം തന്നെ നടത്തി ദാമ്പത്യ ജീവിതത്തിൻ്റെ മറ്റ് ലീലകൾ ആടിക്കൊണ്ട് 9 പെൺകുട്ടികളും അവസാനം ഈ പുരുഷൻ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ അവതരിക്കുന്നതും. ചിന്തിച്ചു നോക്കൂ. യോഗമായിട്ടുള്ള അല്ലെങ്കിൽ യോഗികളുടേതായിട്ടുള്ള ഒരു പ്രത്യേക പദവി അലങ്കരിക്കുന്ന ഇത്തരത്തിലാണ്. പടിപടിയായിട്ട് യോഗാവസ്ഥയെ കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തെ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ സ്വീകരിക്കാതെ പ്രയോജനപ്രദമായിരിക്കുന്ന രീതിയിലേക്ക് അത് അവലംബിച്ചുകൊണ്ട് അവർ ചെയ്ത പ്രവൃത്തി നമുക്കൊരു മാതൃകയാണ്. ഈ 4 ദിവസക്കാലം 4 ദേവന്മാർക്ക് ഇങ്ങനെ വേളി കഴിച്ചു കൊടുക്കുന്നു എന്നുള്ള ബ്രാഹ്മണ സമ്പ്രദായം കൊണ്ടാണ് ഉദ്ദണ്ഡശാസ്ത്രികളും കാക്കശ്ശേരി ഭട്ടേരിയും തമ്മിലുള്ള സംവാദത്തിൽ തവമാത പതിവ്രത എന്നിങ്ങനെ പറഞ്ഞപ്പോൾ കാക്കശ്ശേരി ഭട്ടേരി പറഞ്ഞതെന്ന് അല്ല 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 എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ആ തർക്ക വിഷയത്തിൽ ജയിച്ചു പോരാൻ വേണ്ടിയിട്ട് കാക്കശ്ശേരി ഭട്ടേരി അങ്ങനെ പറഞ്ഞു. പക്ഷെ അതിനെപ്പറ്റി തലപുകഞ്ഞ് ചിന്തിക്കേണ്ടി വന്നു. രാത്രി മുഴുവൻ കുത്തിയിരുന്നു കൊണ്ട് ചിന്തിച്ച് അവസാനം പിടികിട്ടിയതാണ്, എൻ്റെ അമ്മയും ഇത്തരത്തിൽ ആദ്യം ഇന്ദ്രനെ വേളി കഴിച്ചില്ലേ, പിന്നാലെ അഗ്നിയെയും യമനെയും വരുണനെയും വേളി കഴിച്ചില്ലേ, എന്നിട്ടല്ലേ എൻ്റെ അച്ഛനെ വേളി കഴിച്ചത്. അപ്പോൾ പതിവ്രത എന്നെങ്ങനെ പറയും? ആ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കാക്കശ്ശേരി ഭട്ടേരിപ്പടി രക്ഷപ്പെടുന്നുണ്ട് തർക്കത്തിൽ. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ദേവഹൂതി ഇത്തരത്തിൽ ദേവന് വേണ്ടി ആഹൂതി ചെയ്തവൾ കിഴക്കിൻ്റെ അധിപതിയായിരിക്കുന്ന ഇന്ദ്രന്, ദേവന്മാരുടെ അധിപതിയായതുകൊണ്ട് ഇന്ദ്രന്. അപ്പോൾ ഇന്ദ്രിയങ്ങളെയെല്ലാം തന്നെ വാസ്തവത്തിൽ വേൾക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അതിനെ സ്വായത്തമാക്കുന്നത് ഇന്ദ്രൻ്റെ ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം തന്നെ ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും ഇന്ദ്രനെ സ്വാധീനിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കി തീർക്കാൻ വേണ്ടി ഒരു ദേവനെ ഉപാസിക്കുകയാണ്. അതാണ് ഉപാസനയാണത്. ഇനി അഗ്നിയോട് പിന്നാലത്തെ ദിവസം ഭാര്യയെ സംയോജിപ്പിച്ചുകൊണ്ട് സാധിക്കുന്നത് എന്താ? അല്ലയോ അഗ്നി,
നീ വാസ്തവത്തിൽ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ അഗ്നി എന്ന് പറയുന്ന ജ്ഞാനസ്വരൂപമാണ്. അത്തരത്തിലുള്ള ദേവനെ വേളി കഴിച്ചു എന്ന് പറഞ്ഞാൽ കടക്കുകയാണ് ഓരോരോ പടികൾ. അവിടെയും അനർത്ഥമായിട്ടുള്ള രീതികളുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ അന്നത്തെ ബ്രാഹ്മണ സമൂഹവും ഇന്നത്തെ ബ്രാഹ്മണ സമൂഹവും അന്നത്തെ നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടിട്ടുള്ളവരും തുനിഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മൾ പേ പിടിച്ചു പോയത്. യമന വേളി കഴിച്ചു കൊടുക്കുന്നു. എന്തിനാണപ്പോൾ യമന വേളി കഴിച്ചു കൊടുക്കുന്നു? കൊന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? യമനെന്ന് പറയുന്ന മരണദേവതയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ യമം സാധിച്ചവന്, യമം സാധിക്കുക എന്ന് വെച്ചാൽ നിയമങ്ങളുള്ളവൻ, യമനിയമങ്ങളുള്ളവൻ, നിയന്ത്രണമുള്ളവൻ, ജീവിതത്തെ ചിട്ടപ്പടി ഇങ്ങനെ കൊണ്ടു നടക്കുന്നവൻ, സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന ജീവിതമുള്ളവൻ, അത്തരത്തിലാകണമെന്നാണ് സൂചന. എന്നിട്ട് വരുണൻ എന്ന് പറയുന്ന സാഗരത്തിൻ്റെ ദേവത, പ്രത്യേകിച്ച് നമ്മൾ വാരുണി എന്ന് പറയുന്ന മദ്യം അദ്ദേഹത്തിൻ്റെ ഏതാണ്. വരുണൻ എന്ന് പറയുന്ന ആ ജലത്തെ നമ്മൾ ഉപാസിക്കാൻ നിവൃത്തിയില്ല. കാരണം സമുദ്രമാണ് 2/3, 1/3 മാത്രമേ ഉള്ളൂ ഭൂമി. നമ്മുടെ ശരീരത്തിലും 2/3 സമുദ്രമാണ്. ശരീരത്തിൻ്റെ ഘടനയിലും 1/1 മാത്രമേ ശരീരം അതിൻ്റെ ഘനീഭവിച്ച ഭാവമുള്ളൂ. അങ്ങനെ വെള്ളം സർവത്ര എന്ന് പറയുന്ന രീതിയിലാണ് ഈ പറയുന്ന ഭൂമിയുടെ കെട്ടും മട്ടുമെല്ലാം തന്നെ. അങ്ങനെ വരുമ്പോൾ വരുണനെ സേവിക്കുന്നു. അങ്ങനെ ഇത്തരത്തിൽ 4 കൂട്ടരെ സേവിക്കുന്നു. പുരാണങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യവും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. വരുണനെ സേവിക്കുന്നതും വരുണനെ ചൊല്ലി യാഗം നടത്തുന്നതും നല്ല സന്താന ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ്, നല്ല കുട്ടികൾ ജനിക്കാൻ വേണ്ടിയിട്ടാണ്. ഹരിശ്ചന്ദ്ര മഹാരാജാവ് തൻ്റെ പുത്രൻ ജനിക്കുന്നതിന് വേണ്ടി വരുണനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. വരുണനെ വാസ്തവത്തിൽ യജ്ഞം നടത്തിക്കൊണ്ട് മകനെ ഹോമിച്ചു കൊള്ളാം അല്ലെങ്കിൽ മേധിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കുട്ടിയെ വാസ്തവത്തിൽ നേടിയെടുക്കുന്നത്. പിന്നാലെ അദ്ദേഹം വാക്ക് പാലിക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അവസാനം മകൻ കാട്ടിൽ പോയി ഒളിച്ചു എന്നെല്ലാം കഴിഞ്ഞുകൊണ്ടാണ് പിന്നാലെയാണ് ഒരു ക്രീത ശിശുവിനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ, ക്രീത സന്താനം അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിയ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് യുഗത്തിൽ കെട്ടിയിട്ട് മേധിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വിശ്വാമിത്രൻ കണ്ട് വരുണമന്ത്രമെല്ലാം തന്നെ ഉപദേശിച്ചു കൊടുത്ത് അയാളെ രക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ വരുണദേവതയായാലും അല്ലെങ്കിൽ യമൻ, അഗ്നി, ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവതകളായാലും ഇവരെ എല്ലാം തന്നെ ഉപാസിക്കുന്ന രീതിയാണത്. അത് വിട്ടുപോയി. നമ്മൾ വേദങ്ങളും വേദത്തിൻ്റെ അർത്ഥവും അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഷോഡശക്രിയകളും അതെല്ലാം തന്നെ വേണ്ട രീതിയിൽ പഠിക്കാതെ പോയത് കൊണ്ടുണ്ടായ കോട്ടങ്ങളാണ് നമുക്കുള്ളത്. ഉപനയനത്തെ പറ്റി തന്നെ എടുത്തു നോക്കും. എന്തെന്നാ ഉപനയനം? തോലിടുക. അത് കഴിഞ്ഞ് ഈ മന്ത്രത്തെ സ്വീകരിച്ചുകൊണ്ട് ദീക്ഷ, അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ദീക്ഷിതനാകുക. എന്നിട്ട് 3 ഇഴ നൂല് അവിടെ ബന്ധിക്കുക. ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് ഞാന്ന് കിടക്കുന്ന പൂണ് മുതലേ അവിടെ വാസ്തവത്തിൽ അഗ്നിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് നീങ്ങുന്ന രീതിയിലേക്കും ഇടം വലം ഭാഗങ്ങളിൽ നിന്ന് ഉത്തരായനം ദക്ഷിണായനം എന്ന് പറയുന്ന അയന സംഗതി, അതിനേക്കാളുപരി വാസ്തവത്തിൽ ഈ ഉപനയനത്തിലൂടെ 3 നൂല് അത് ത്രിപുടിയെ കാണിക്കുന്നു എന്നുകൂടി. 3ആയിട്ടിരിക്കുന്ന അവസ്ഥ പ്രപഞ്ചത്തിൻ്റെതാണ്. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ 3ആയിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ത്രിപുടി അതിനെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് യജ്ഞോപവീതം എന്ന് ആരും കരുതുന്നില്ല. യജ്ഞോപവീതം ധരിച്ചിരിക്കുന്ന ത്രിപുടി മുടിച്ചുകൊണ്ട് യാഗാദികൾ നടത്തിക്കൊണ്ട് അതിനതീതമായിരിക്കുന്ന 4ാമത്തെ നമ്മൾ ചതുരിയ എന്ന് പറയുന്ന ഓങ്കാരത്തിലേക്ക് അങ്ങോട്ടേക്ക് കടക്കാനുള്ളൊരു പ്രത്യേക ചിഹ്നമാണ് ഈ പറയുന്ന 3 ഇഴ പൂണുനൂൽ എന്നറിയുന്നില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ വേണ്ട രീതിയിൽ പഠിക്കാത്തതുകൊണ്ട് വളരെയേറെ അബദ്ധങ്ങൾ പറ്റി. അതുകൊണ്ട് ഇതര മതങ്ങൾ ഇവിടെ വന്ന് അവരെ സ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു. ഗതികേട് നമുക്ക് വന്നു. ഗതികേടിന് കാരണക്കാർ അവരൊന്നുമല്ല, നമ്മൾ തന്നെയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ദേവഹൂതീകർമ്മ പ്രജാപതിമാരുടെ ആ ബീജാവാപം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വളരെയേറെ കാലം കഴിഞ്ഞ് ഗർഭപാത്രമെല്ലാം തന്നെ ഒരുക്കിയിട്ട് അതെല്ലാം തന്നെ സുസജ്ജമായി എന്ന് കണ്ടിട്ടാണ്. ഇന്ന് ഗർഭപാത്രമെല്ലാം തന്നെ എല്ലാവരും എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ക്യാൻസറാണ്. അപ്പോൾ ശരീരത്തിൽ ആസകലം ക്യാൻസർ ബാധിച്ചിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് ഗർഭപാത്രം മൂലം ക്യാൻസർ, അതിൽ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ജന്മനാ ക്യാൻസർ, അങ്ങനെ എല്ലാ തരത്തിലും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ. എന്താ കാരണം? നിഷ്ഠയില്ല, ചിട്ടയില്ല, പ്രത്യേകിച്ച് ജീവിത രീതിയില്ല. നമ്മൾ അനുസന്ധാനം ചെയ്യേണ്ട ആ കാര്യങ്ങളൊന്നും അനുഷ്ഠിക്കുന്നില്ല. ഭാരതീയർ ഭാരതത്തിൽ വസിക്കുമ്പോൾ ഭാരതീയമായിട്ടുള്ള സംസ്കാരത്തോട് വാസ്തവത്തിൽ പൊരുത്തപ്പെട്ട് അത്തരത്തിൽ ജീവിക്കണമെന്നുള്ള ചിന്താഗതി വിട്ടുപോയത് കൊണ്ട് നശിച്ച് നാരായണക്കല്ല് പിടിക്കുക. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല. ഏതായാലും ബീജാപാപം ചെയ്യുന്ന നല്ലൊരു ഗർഭപാത്രം അവിടെ ഉണ്ട്, വന്നു കഴിഞ്ഞു എന്ന് കണ്ടിട്ടാണ് ഈ ബീജാപാപം, എന്നിട്ടാണ് ജനിപ്പിക്കുന്നത് 9 പ്രകൃതികളെ. അങ്ങനെ പ്രകൃതിയുടെ സ്വരൂപങ്ങളായിരിക്കുന്ന പെൺകുട്ടികളെ ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത് 10ാമത് സാക്ഷാൽ ഈശ്വരനെ പുറത്തേക്കെടുക്കുന്ന ചിത്രമാണ് നമ്മൾ ഇവിടെ കണ്ട ഈ സംഗതി. മറ്റൊന്നും ചിന്തിക്കരുത്. അപ്പോൾ കപിലൻ്റേതായിട്ടുള്ള അവതാരം വായിക്കുമ്പോൾ തന്നെ കപിലഗീത അത് അന്വർത്ഥമാക്കാനുള്ള, കപിലൻ എന്തുപദേശിച്ചുവോ അതെല്ലാം തന്നെ കൂടുതൽ പഠിക്കാനുള്ള അവസരം അവിടെ ഒരുക്കുന്നുണ്ട്. ഭാഗവതം കടുകട്ടിയായിട്ടുള്ള സമാധി ഭാഷയിൽ ഉരുത്തിരിഞ്ഞ പുരാണകൃതിയാണ്. വേദവ്യാസരുടെ ഒടുവിലത്തെ കൃതി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒടുവിലത്തെ എന്ന് പറയുമ്പോൾ കൂടുതൽ ശ്രേഷ്ഠമാകും. പഠിച്ച് ഉരുക്കഴിച്ച് അതെല്ലാം തന്നെ കൂടുതൽ സ്വായത്തമാക്കി വരുമ്പോൾ അത്
വാസ്തവത്തിൽ കൂടുതൽ പ്രജ്ഞ, അതിൽ വിവരമെല്ലാം തന്നെ നേടുമ്പോൾ കിട്ടുന്ന ഒരവസ്ഥ ഈ ഭാഗവത്തിനുണ്ട്. മറ്റു പുരാണങ്ങളിലെല്ലാം തന്നെ ഉള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക എന്നുള്ള മട്ടിലല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ഒന്നുകൂടി രൂഢമൂലമാക്കത്തക്ക രീതിയിൽ പ്രത്യേകിച്ച് ചിട്ടവട്ടങ്ങളോടുകൂടി ഓരോരോ സ്കന്ധങ്ങളിലൂടെ ഇങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്ന രീതി അവിടെ വന്നപ്പോൾ വാസ്തവത്തിൽ വേദവ്യാസരുടെ ബുദ്ധിതലം, അദ്ദേഹത്തിൻ്റെ മാനസിക തലം, അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക തലം ഇതെല്ലാം തന്നെ വളരെയേറെ വിപുലമായി, തീക്ഷ്ണമായി, തീവ്രമായി, അഗാധമായി അത്തരത്തിലുള്ള അവസ്ഥയിലാണ് ഈ കഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം വരാഹാവതാരം കഴിഞ്ഞ് കപിലാവതാരത്തെ ചിന്തിക്കാൻ. ഇനി കപിലഗീത നമ്മൾ വാസ്തവത്തിൽ ആ അധ്യായങ്ങളെയെല്ലാം തന്നെ ഒന്ന് ഇങ്ങനെ അവലോകനം ചെയ്തുകൊണ്ട് നാരായണ ഭട്ടേരിപ്പാടിൻ്റെ ആ ദശകവും കൂടി ഒന്ന് പരിശോധിച്ചുകൊണ്ട് അതിലൂടെ ഒരു പ്രദക്ഷിണം നടത്തിക്കൊണ്ട് നമ്മൾ എന്താണ് കപിലൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്, അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല, നല്ലൊരു പാത്രമായി കഴിഞ്ഞു. ആ ഗാത്രം എന്ന് പറയുന്നത് കർദമ പ്രജാപതിയുടെ സംസർഗം കൊണ്ട് ആ സംയോഗത്തിലൂടെ ആ ഗാത്രവും പാത്രവും ഗർഭപാത്രവും എല്ലാം തന്നെ വളരെയേറെ യോഗ്യത സമ്പാദിച്ചിട്ടുള്ള ഈ അമ്മയ്ക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. എങ്കിലും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഒരു കപിലഗീത കൂടി വ്യാസൻ അവിടെ അവതരിപ്പിച്ചു. തൃതീയ സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. എന്തെല്ലാം തന്നെ വായിച്ചാലും കേട്ടാലും ഒരു സംഗതി നമ്മൾ ഉറപ്പിക്കുക, പരമഹംസൻ്റെ കഥയാണിത്. നിങ്ങളെല്ലാവരും തന്നെ, കേൾക്കുന്നവരെല്ലാവരും തന്നെ പരമഹംസന്മാരാകണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടിയിട്ടുള്ള കഥയാണ്. പരീക്ഷത്തിനെ പരമഹംസനാക്കാൻ വേണ്ടിയിട്ടാണ് 7 ദിവസം കുത്തിയിരുന്നുകൊണ്ട് ഗംഗാതീരത്ത് ശുഖബ്രഹ്മം ഈ കഥകളെല്ലാം തന്നെ അവതരിപ്പിച്ച ആരാകാൻ? പരമഹംസം. എത്രമാത്രം കേട്ടിട്ടും സത്രങ്ങൾ നടത്തിയിട്ടും ഭ്രാന്തി പിടിച്ചുള്ള പ്രയത്നങ്ങളെല്ലാം തന്നെ കാട്ടിക്കൂട്ടിയിട്ടും ആരും തന്നെ വാസ്തവത്തിൽ ഇത്തരത്തിൽ പരമഹംസന്മാരാകുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ മോശമായിട്ടുള്ള രീതിയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭാഗവത്തിലൂടെ ഈ പര്യടനം നടക്കുന്നത്. കൂട്ടത്തിൽ ദേവി ഭാഗവത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ കപിലാവതാരം, വാസുദേവൻ്റെ അവതാരം, ഈശ്വരൻ്റെ അവതാരം. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ചിത്തത്തിൻ്റെ അധിപതിയാണ്. ചിത്തത്തിൻ്റെ അധിപതി വാസുദേവൻ. ആ ചിത്തത്തിൻ്റെ അധിപതിയായിരിക്കുന്ന വാസുദേവനെ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളൊരു യാത്ര ഈ ദമ്പതികളുടെ ജീവിതത്തിലൂടെ കാണാം. തുടർന്നുള്ള കഥാഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴും ഇത് തന്നെ നമുക്ക് ആവർത്തിച്ച് പഠിച്ചുറപ്പിക്കാൻ കഴിയും. ഇനി ഉപദേശം എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ ഉപദേശിക്കപ്പെട്ടത് ഇതല്ലാതെ മറ്റു യാതൊന്നുമല്ല. ഈശ്വരനെ വിട്ടിട്ട് മറ്റാരെയും നമുക്ക് ആശ്രയിക്കാനില്ല. അദ്ദേഹമാണ് ഈ ആത്മവസ്തു എന്ന് പറയുന്ന ഈശ്വരൻ. സമർപ്പണവും അങ്ങോട്ടേക്ക് തന്നെ. അതുകൊണ്ട് ആത്മസമർപ്പണം അനിവാര്യം. അങ്ങനെ എല്ലാം തന്നെ സമർപ്പിച്ചുകൊണ്ട് ദേവഹൂതിയെപ്പോലെ ബുദ്ധിയും അതുപോലെ കർദമ പ്രജാപതിയെപ്പോലെ ജീവനും ആയിക്കഴിഞ്ഞാൽ നേട്ടങ്ങൾ കൈവരിക്കാം എന്നുള്ള രീതിയിൽ ഈ കഥാഗോളത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കപിലഗീതയിലേക്ക് അടുത്ത ആ പ്രഭാഷണത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചിന്തിച്ചു നോക്കാം. ചിന്ത എന്ന് പറയുന്നത് നല്ലപോലെ വേണം. യച്ഛൃണ്ണൻ പ്രപടൻ വിചാരണപരോ. ഭാഗവതമെല്ലാം തന്നെ നല്ല രീതിയിൽ തോന്നാനും ഉള്ളിലൂടെ ഒഴുകിപ്പോകാനും വേദവ്യാസർ അനുഗ്രഹിക്കട്ടെ. തത്സന്തതിയായിരിക്കുന്ന ശുഖബ്രഹ്മം, മോക്ഷത്തിൻ്റെ മൂർത്തിയ മൽഭാവമായിരിക്കുന്ന ശുഖബ്രഹ്മം അനുഗ്രഹിക്കട്ടെ. പിന്നാലെ വന്നിട്ടുള്ള അനുഗ്രഹീതരായിട്ടുള്ള ഈ ഗുരുപരമ്പര മുഴുവൻ അതിനനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദക്ഷിണാമൂർത്തി പ്രത്യേകിച്ച് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാരായണനായിരിക്കുന്ന അഖിലഗുരു ആയിരിക്കുന്ന നാരായണൻ ഒന്നുകൂടി ശക്തമായിട്ടുള്ളൊരു മനോഭാവം നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാക്കി തരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഓം സഖനാവവതു സഖനോ ഭുനക്തു സഖ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.